ഇന്ന് നമുക്ക് തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമായിരുന്നല്ലോ നമ്മുടെ ആപ്തവാക്യം. ദയവായി ഒരു പ്രാവശ്യം കൂടെ ആ വാക്യം നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവർത്തികൾ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഞാൻ ആരംഭ ഭാഗങ്ങൾ തൊടുന്നില്ല, പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ. പക്ഷേ ആദ്യ വാചകങ്ങൾ മറന്നേച്ച് ഒടുവിലത്തേതിൽ കയറിയാൽ അർത്ഥമില്ല. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ മക്കളും അഥവാ അവൻ ഉള്ളവനും പാപം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വന്നുപോയ പാപത്തിൻ്റെ പരിഹാരം കാൽവറിയിൽ വരുത്തിക്കൊണ്ട് പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കേണ്ടതിന് ദൈവപുത്രൻ വന്നു എന്നതായിരുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വന്നത്. പിശാചിൻ്റെ പ്രവർത്തികളെ ഓടിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു, പലതായി കാറ്റഗറൈസ് ചെയ്തു. ഇന്ന് മുഴുവൻ റിവൈസ് ചെയ്യാൻ ഒക്കത്തില്ല. എന്നാൽ അവൻ്റെ പ്രവർത്തികളിൽ ഒന്നാമത്തേത് ടെംപ്ടേഷൻ, പരിശോധനകൾ കൊണ്ടുവരികയാണ്. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ എന്ന് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിൻ്റെ പിമ്പിൽ ഈ പൈശാചിക തത്വം ഓർത്തുകൊണ്ടായിരുന്നു എന്ന് മറക്കരുത്. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുത്. അവൻ എന്നും പരീക്ഷിക്കുന്നവനാണ്. ആദിമന മനുഷ്യനായ ആദമിനെ പരീക്ഷിച്ചു തുടങ്ങി ഒടുക്കത്തെ ആദമായ ക്രിസ്തുവിനെ വരെ അവൻ പരീക്ഷിച്ചു. ഇതിനകത്തിരിക്കുന്ന ഞാനും നിങ്ങളും ഈ പരീക്ഷയിൽ നിന്ന് ഒഴിവുള്ളവരല്ല. പക്ഷേ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുതേ എന്ന വാക്കിൻ്റെ അർത്ഥം തോൽക്കുമാറാക്കരുതേ എന്ന അർത്ഥമാണ്. ഈ പരീക്ഷയിൽ ഞങ്ങൾ ജയമെടുത്തു വരയണം. സാധിക്കും. യേശു ജയിച്ചു. ആദാം തോറ്റു, ആദ്യത്തെ ആദാം തോറ്റു, ഒടുക്കത്തെ ആദാം പരീക്ഷയിൽ ജയിച്ചു. ഇതിനകത്തിരിക്കുന്ന ദൈവവേദനയെ നമ്മെ പരീക്ഷിക്കും. ജയിക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. ഔവയെ പരീക്ഷിക്കുമ്പോൾ ദൈവകൽപ്പന ലംഘിക്കുവാൻ നിർബന്ധിച്ചു. അല്ലെങ്കിൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് കർത്താവ് പറഞ്ഞത് തിന്നോ എന്നവൻ പറഞ്ഞു. ദൈവം പറഞ്ഞു അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. അവൻ പറഞ്ഞു മരിക്കത്തില്ല. മാത്രമല്ല ദൈവം അവന് ചില വാഗ്ദത്തങ്ങളും കൂടെ ഹൗവായിക്ക് കൊടുത്തു. ദൈവകൽപ്പനയെ ലംഘിച്ചു പറഞ്ഞു, അതിനെ ദുർബലമാക്കി പറഞ്ഞു, വാഗ്ദത്തങ്ങളും കൂടെ കൊടുത്തു. ഔവ വീണുപോയി. യേശുവിനോട് പല വാഗ്ദത്തങ്ങളും പ്രലോഭനങ്ങളും കൊണ്ടുവന്നു. യേശു ജയിച്ചു. നാം ദൈവമക്കളാകയാൽ നാമും ജയിച്ചേ മതിയാകും. 2, സ്ലാൻഡറർ, അപവാദം പറയുന്നവൻ. യോബെന്ന മാന്യനായ മനുഷ്യന് യാതൊരു തെറ്റും ചെയ്യാതിരിക്കെ ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തെ അവൻ അപവാദം പറഞ്ഞു. നീ യോബിന് വേലി കെട്ടിയത് കൊണ്ടാണ് യോബ് പാപം ചെയ്യാത്തത്. അവൻ ദൈവത്തെ വരെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. ഉള്ള കുറ്റം അവൻ അതുപോലെ എടുത്തു കാണിച്ചിരുന്നു. സഖരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ യോശുവ മഹാപുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വന്നു നിന്നു. ഇവൻ അതുപോലെ തന്നെ ചെന്ന് പറഞ്ഞു. ഇല്ലാത്ത തെറ്റും ഉള്ള തെറ്റും അവൻ അപവാദത്തിന് ഉപയോഗിക്കും. സഹോദരന്മാരെ, രാപ്പകൽ ദൈവസന്നിധിയിൽ അപവാദം പറയുന്ന ഒരു അപവാദി സകല മാധ്യമങ്ങളിലും വ്യാപരിക്കും. നമ്മുടെ നടുവിലും വ്യാപരിപ്പാൻ ശ്രമിക്കും. അവനെ ജയിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. 3, അവൻ ബാധിക്കുന്നവനാണ്. യോബിനെ പരുക്കളാൽ ബാധിച്ചു. ഭൂതബാധിതരെ നിലത്ത് തള്ളിയിട്ടു, പീഡിപ്പിച്ചു, നുരപ്പിച്ചു, ഞെരിപ്പിച്ചു. നമുക്കറിയാം. ഒടുവിൽ ദൈവസഭയെക്കുറിച്ച് യേശു പറഞ്ഞു, നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് പീഡയുണ്ടാകും, ഉപദ്രവങ്ങൾ ഉണ്ടാകും. ഇവൻ ബാധിക്കുന്നവനാണ്. ആ ബാധയിൽ നിന്നും കർത്താവ് വിടിവിക്കും. അടുത്തത്, അവൻ വചനം എടുത്തു കളയുന്നവനാണ്. യേശു പറഞ്ഞു, വഴിയിറമ്പിൽ വിതയ്ക്കപ്പെട്ടതായ വിത്ത് പറവകൾ കൊത്തിക്കൊണ്ടുപോയി. അത് സാത്താൻ്റെ പ്രവൃത്തിയാണ്. പറവകൾ കാണിക്കുന്നത് സാത്താനെയാണ്. അവൻ വചനം എടുത്തു കളയുന്നവനാണ്. യേശു ഒരു കാര്യം കൂടെ പറഞ്ഞു, ആരിൽ നിന്നാണ് വചനം എടുത്തു കളയുന്നത്? അവിശ്വസിക്കുന്നവരിൽ നിന്ന് വചനത്തെ എടുത്തു കളയും. ഇന്ന് കേൾക്കുന്ന വചനം അന്നേരം തന്നെ സ്വീകരിക്കുവാൻ, അന്നേരം തന്നെ കർത്താവേ ഇത് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് എടുത്ത് അംഗീകരിക്കുവാൻ, വിശ്വസിക്കുവാൻ. വിശ്വാസം പ്രവൃത്തികളിലൂടെയാണ് പ്രകടമാകുന്നത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തുവാൻ തയ്യാറാകുക. അല്ലാത്തവരുടെ മനസ്സിൽ നിന്ന് അവൻ വചനത്തെ എടുത്തു കളയും. 5, അവൻ വചനത്തെ കോട്ടിക്കളയും. യേശുവിൻ്റെ അടുക്കൽ ചെന്ന് തിരുവചനത്തിൻ്റെ ഉദ്ധരണികൾ തന്നെ എടുത്തുകൊണ്ട് ദൈവം ആഗ്രഹിക്കാത്ത അർത്ഥത്തിലേക്ക് അതിനെ വളച്ചൊടിക്കുന്ന വ്യാപാരം. അതിനെ തുടർന്ന് നമ്മൾ കണ്ടായിരുന്നു. കള വിതയ്ക്കുന്നവനാണിവൻ. 6, അവൻ കള വിതയ്ക്കും. നല്ല വചനമായ ദൈവത്തിൻ്റെ വചനത്തോട് ചേർത്ത് ദുരുപദേശങ്ങളാകുന്ന കളകൾ ഇവൻ വിതച്ചുകൊണ്ടിരിക്കും. പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കേണ്ടതിന് ദൈവപുത്രൻ വന്നതിനാൽ സഭ ഈ ഏരിയയിലെല്ലാം വിജിലൻ്റ് ആയിരിക്കും. 7, അവൻ വ്യാജം പറയുന്നവനാണ്, പോഷ്ക്ക് സംസാരിക്കുന്നവനാണ്. ഒട്ടുമില്ലാത്ത കാര്യങ്ങൾ അവൻ എടുത്തു പറയും. 8, പെട്ടെന്ന് ചില തോന്നലുകൾ കൊണ്ടുവരുന്നവനാണവൻ.
തോന്നലുകൾ കൊണ്ടുവരും, പാപത്തിൻ്റെ തോന്നലുകൾ. കർത്താവിൻ്റെ അന്തിമ അത്താഴം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇന്നത്തെ കർത്താവിൻ്റെ തിരുമേശയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുന്നമേ യേശു തൻ്റെ അന്തിമ അത്താഴം പെസഹ ആചരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ യൂദായുടെ അകത്തൊരു തോന്നൽ കൊണ്ടുവന്നു, ഇപ്പോഴേശുവിനെ കാണിച്ചു കൊടുത്താൽ നന്നായിരിക്കുമെന്ന്. അങ്ങനെ പല തോന്നലുകൾ ഞാനതിനെ ആസ്പദമാക്കി വിശദീകരിച്ചിരുന്നു. അന്തിമകാലത്തെ ആ ജഡീക മനുഷ്യർ പുതുദോഷം സങ്കല്പിക്കുന്നവരായിരിക്കും. വ്യാജപ്രസ്താവനകൾ പറഞ്ഞുണ്ടാക്കുവാൻ, സംഭവങ്ങൾ വളച്ചൊടിക്കുവാൻ, പുതുദോഷം എങ്ങനെ ഇനി അപ്രോച്ച് ചെയ്യാൻ കഴിയും, പുതുദോഷം സങ്കല്പിക്കുന്നവരായിരിക്കും. ഇത് അവൻ്റെ പ്രവർത്തനമാണ്. 9, അവൻ ഭയപ്പെടുത്തുന്നവനാണ്. ആരെ വിഴുങ്ങേണ്ടുവെന്ന് കണ്ട് അലറുന്ന സിംഹം പോലെ ചുറ്റിത്തിരികയും രാത്രികളിൽ ചിലരെ സ്വപ്നങ്ങൾ കാണിച്ചും പകൽ ചിലരെ വ്യാജമായ കാഴ്ചകൾ കാണിച്ചും വരെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവനാണ് അവൻ. 10, അവൻ ലോകത്തെ മുഴുവനും ഇൻഫ്ലുവൻസ് ചെയ്യും. ജാതികളെ തെറ്റിച്ച് കളയുന്ന, വംശങ്ങളെ തെറ്റിച്ച് കളയുന്ന പ്രവൃത്തി. 10 ഞാൻ എടുത്തുള്ളൂ, വളരെ പ്രധാനപ്പെട്ട 10 ഇങ്ങോട്ട് നിരത്തി വെച്ചേച്ച് ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കേണ്ടതിന് ദൈവപുത്രൻ പ്രത്യക്ഷനായി. എങ്കിൽ നമ്മുടെ ഇടയിൽ യേശുവിൻ്റെ പ്രത്യക്ഷതയിൽ നിശ്ചയമായും ഈ പ്രവൃത്തികൾ അഴിഞ്ഞിരിക്കും. നാം സഹകരിക്കണം എന്ന് മാത്രം. എങ്ങനെയാണ് താൻ ഇത് നിവർത്തിച്ചെടുക്കുന്നത്? എങ്ങനെയാണ് തൻ്റെ പ്രത്യക്ഷതയിൽ താൻ ഇത് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു? ദയവായി ഒന്ന് വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 14:27 നമ്മൾ വായിച്ചതാണ്. ഫാസ്റ്റ് റിവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 3 ദിവസങ്ങളുടെ. യെശയ്യാവ് 14:27. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനാർ. അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവനാർ. ഒന്ന്, സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു. ചിലത് ചെയ്യുവാൻ യഹോവ നിർണയിച്ചു. ഈ നിർണയം ഏദനിൽ വെച്ച് ഉൽപ്പത്തി 3:15 വിളിച്ചു പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. ഞാൻ ആ ഭാഗങ്ങൾ പലയിടത്തും വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ ഒന്നുകൂടെ തൊട്ടോട്ടെ. ഏദൻ്റെ മണ്ണിൽ വെച്ച് യഹോവയായ ദൈവം സ്ത്രീയെയും പാമ്പിനെയും നിർത്തിക്കൊണ്ട് ഒരു പ്രസ്താവന അല്ല, ചില പ്രസ്താവനകൾ നടത്തിയതിൻ്റെ രത്നച്ചുരുക്കങ്ങൾ ദയവായി ഓർക്കണമേ. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവിക ഇച്ഛയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട മനുഷ്യനെ ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും അകറ്റി മാറ്റേണ്ടതിൻ്റെ 1ാം സ്റ്റെപ്പായി സാത്താൻ തോട്ടത്തിൽ കയറുകയും ഹവ്വയെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തു. യഹോവയായ ദൈവം ഇറങ്ങി വന്നേച്ച് ആ പാമ്പിനെ നോക്കിയേച്ച് പറഞ്ഞു, നീയും മണ്ണിൽ നിന്നെടുത്ത ലീഗലായ, അതായിരുന്നല്ലോ നമ്മുടെ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ലീഗലായ ശരീരത്തിൽ ഈ മണ്ണിലേക്ക് വരികയും എൻ്റെ സാദൃശ്യത്തിലും എൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ എൻ്റെ പ്രതിപുരുഷന്മാരെ തെറ്റിച്ചു കളയുകയും ചെയ്തതിനാൽ കേട്ടോ, ഇന്നു മുതൽ ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിൽ ഒരു ശത്രുത്വം ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിനു മുമ്പ് ഇല്ലാതിരുന്ന ഒന്ന്, നീ കൂട്ടുകൂടിയാണല്ലോ അടുത്തത്, ഇനി കൂട്ടുകൂടാതെ വേണം. നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാനൊരു ശത്രുത്വം ഉണ്ടാക്കിയിരിക്കുന്നു. നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും മധ്യേ ഞാനൊരു ശത്രുത്വം ഉണ്ടാക്കിയിരിക്കുന്നു. ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട ഒരു ശത്രുത്വം, ദൈവത്താൽ ആരംഭിക്കപ്പെട്ട ഒരു ശത്രുത്വം ആത്മീയനും ജഡീകനും, ആത്മീയനും അനാത്മീയനും, ദൈവികമായതിനും പൈശാചികമായതിനും തമ്മിൽ ഉണ്ട്. ഞാനിതിന് ഉദാഹരണത്തിന് വേണ്ടി ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. ഞാൻ സ്നാനപ്പെട്ടു, അതുകൊണ്ട് ഭൂമി ആർക്കും ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. പക്ഷെ സ്നാനപ്പെട്ട എന്നോട് എൻ്റെ വീട്ടുകാർക്കും തുടങ്ങി നാട്ടുകാർക്കും മൊത്തം വൈരാഗ്യമാണ്. എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് നൊന്തോ? ഇല്ലല്ലോ. നിങ്ങൾക്കാർക്കും വേദനപ്പെടാൻ ഒന്നും സംഭവിച്ചില്ല. നിങ്ങളുടെ ഒരു പൈസയുടെ നഷ്ടമില്ലല്ലോ. പിന്നെ എന്തിനീ വൈരാഗ്യം? അത് പറയാം, അവർക്കറിയാം, ഞാൻ പറയാം. ഏദനിൽ ദൈവം നിയമിച്ചതാണ് ദൈവത്തിൻ്റെ സന്തതിക്കും അശുദ്ധനും തമ്മിൽ ഒരു വൈരാഗ്യം. ഒരാൾ വേർപാടാചരിച്ചു, ഇപ്പൊ വെള്ളമൊക്കെ കൊടുത്തോണ്ട് നടക്കുക. എടാ, നിനക്ക് എന്ത് നഷ്ടം? നിനക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടല്ലല്ലോ. എന്തിനീ വേർപാടിനെ ചോദ്യം ചെയ്യാൻ വരുന്നു? അശുദ്ധനും വിശുദ്ധനും തമ്മിൽ, സർപ്പത്തിന്റെ സന്തതിക്കും ദൈവിക സന്തതിക്കും തമ്മിൽ നിയമിക്കപ്പെട്ട ഒരു ശത്രുത്വമുണ്ട്. ദൈവം അത് ഏദനിൽ നിയമിച്ചു. ഒടുവിലായി ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർത്തിരിക്കും. യഹോവ പ്രസ്താവിച്ചിരിക്കുന്നു, ആർ ദുർബലമാക്കും. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുമെന്നത് ദൈവിക തീരുമാനമാണ്. അത് ദൈവത്തിന്റെ തീരുമാനമാണ്. യഹോവ നിർണയിച്ചു ആർക്ക് ദുർബലമാക്കുവാൻ കഴിയും. അതേ വാക്യത്തിന്റെ സെക്കൻഡ് പാർട്ട് പറഞ്ഞു, യഹോവ തന്റെ ഭുജം നീട്ടിയിരിക്കുന്നു, ആർക്ക് അത് മടക്കുമാറാക്കുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം കൈ നീട്ടിയവനായ ഒരുവനെ തൊടുവാൻ കഴിയാത്ത ശത്രുവെ ആർക്കും ഒന്നും ചെയ്യാൻ വയ്യാതെ വേണം. 2 പ്രധാന തത്വങ്ങൾ ഞാൻ ഇന്ന് പകലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവസഭയുടെ മുമ്പിലോട്ട് വെക്കട്ടെ. 1, യഹോവ നിർണയിച്ചു, ദുർബലമാക്കുവാൻ കഴിയുന്നവനില്ല. 2, യഹോവ തന്റെ കരം നീട്ടി, ആ കൈ മടക്കുവാൻ കഴിയുന്നവൻ ആരുമില്ല. ആ കൈ കാര്യങ്ങൾ സാധിച്ചിരിക്കും.
യഹോവ സാത്താനെ ഭത്സിച്ചു. നമുക്കറിയാം, സഖരിയാവിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത, യെരൂശലേമിനെ തിരഞ്ഞെടുത്ത യഹോവ നിന്നെ ഭത്സിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം അവനെ ഭത്സിച്ചു, അതായത് അവന്റെ പരിധികൾ കുറിച്ച് തന്റെ വാക്കിനാൽ അവനെ പുറകോട്ട് മാറ്റി. രണ്ട്, ഞാൻ എടുത്തു പറഞ്ഞു, അവനെ ഹ്യൂമിലിയേറ്റ് ചെയ്തു. ഏദന്റെ തോട്ടത്തിൽ വെച്ച് തന്നെ പാമ്പിനെ ഇങ്ങോട്ട് വിളിച്ചേച്ച് പറഞ്ഞു, നീ സകല ജീവികളിലും വെച്ച് ശപിക്കപ്പെട്ടതാണ്, നീ കാലുകൊണ്ട് നടക്കയില്ല, നീ ഉരസുകൊണ്ട് ഗമിക്കും, നീ എല്ലാവരും ഭക്ഷിക്കുന്ന പോലെ അല്ല ഭക്ഷിക്കുന്നത്, നീ നിലത്തെ പൊടി നിന്ന് ജീവിക്കും. ഇതിനേക്കാൾ അധികം ഹ്യൂമിലിയേറ്റ് ചെയ്യാനില്ല. അവനെ മനുഷ്യന്റെ മുമ്പിൽ വെച്ച് സാത്താനെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് യേശു വിട്ടു. ഒടുവിൽ പറഞ്ഞു, സഭ മുഖാന്തരമായിരിക്കും താൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എഫെസ് ലേഖനത്തിലേക്ക് വന്നു വെച്ച് പറഞ്ഞു, ക്രിസ്തു വെളിപ്പെട്ടെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പോകുന്നത് സഭ മുഖേനയായിരിക്കും. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് ഇവിടെ അതിന്റെ അടയാളങ്ങൾ കാണിച്ചു, അതിന്റെ നാന്ദികൾ നമ്മുടെ മുമ്പിൽ തന്നേച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവർത്തികളെ ചെയ്തിരിക്കും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിനേക്കാളും അധികം ചെയ്തിരിക്കും. നാന്ദി ഞാനിവിടെ കാണിക്കാം, പക്ഷേ ഇതിന്റെ പൂർണ്ണതയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് സഭ മുഖേനയായിരിക്കും. സഭ മുഖേന ഞാനത് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നലെ തൊടാഞ്ഞ ഒരു കാര്യം, ഇന്നലെ തൊട്ടില്ലെന്നല്ല, തൊട്ടു, വിശദീകരിക്കാഞ്ഞ ഒന്ന് ഇന്ന് വിശദീകരിക്കും. സഭ മുഖേന നിർവഹിക്കേണ്ടതിന് വേണ്ടി അതിൻ്റെ മൂലധനം കാൽവറിയിൽ കെട്ടിവെച്ചു. ഞാനൊരു വലിയ പ്രോജക്റ്റ് എടുത്ത് ചെയ്യാൻ പോവുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ അതിനുള്ള ആസ്തിയുണ്ടോ? യേശുവിൻ്റെ ഒരു പ്രസ്താവന, ആരെങ്കിലും ഒരാൾ ഒരു ഗോപുരം പണിയുന്നതിന് മുന്നമേ പണിത് തീർക്കുവാൻ എൻ്റെ കയ്യിൽ പണമുണ്ടോ എന്ന് നോക്കണം. അതിനുള്ള കഴിവെനിക്കുണ്ടോ എന്ന് നോക്കിയേ മതിയാകൂ. ഏതെങ്കിലും ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ അവൻ 1000 പട്ടാളക്കാരെയും കൊണ്ടുവരുമ്പോൾ ഞാൻ 100 പട്ടാളക്കാരുമായി പോയാൽ ജയിക്കുമോ? ജയിക്കുവാൻ ആവശ്യമുള്ള സൈന്യബലം എനിക്കുണ്ടോ എന്ന് നോക്കണം. മൂലധനമില്ലാത്തവൻ ഇറങ്ങിത്തിരിച്ചാൽ അപകടമാകും. നിത്യതയിലെ ദൈവം, നിത്യതയിലെ ധനാഢ്യനായ ദൈവം, ധനമെന്നൊക്കെ ഞാൻ പറയുന്നതിൻ്റെ ഭാഗങ്ങളിലേക്ക് നമുക്ക് പിന്നത്തേതിൽ ഇറങ്ങി വരാം. നിത്യതയിലെ ധനാഢ്യനായ ദൈവം, സകലത്തിൻ്റെയും ലാക്കും കാരണഭൂതനുമായവൻ, താൻ വില കെട്ടിവെക്കാതെ സഭയോട് ഒരധികാരം കൈമാറുന്നവനല്ല. താൻ വില കെട്ടിവെച്ചത് കാൽവറിയിലാണ്. ആദാമ്യ പാപം മുതൽ അവസാനത്തെ മനുഷ്യൻ ചെയ്യുവാൻ ഇരിക്കുന്ന പാപം വരെ മുന്നമേ കണ്ടുകൊണ്ട് ദൈവിക പ്രതിവിധിക്ക് ആവശ്യമായ വില കാൽവറിയിൽ കെട്ടിവെച്ച ശേഷമാണ് സഭയെ ഈ ദൗത്യങ്ങൾ ഫലമേൽപ്പിച്ചത്. ഇന്ന് പകൽ നാം ജയിക്കാൻ പോകുകയാണ്. കാര്യം കാൽവറിയിൽ വില കെട്ടിവെച്ച് കഴിഞ്ഞു. ആകയാൽ നാം ജയിക്കാൻ പോകുകയാണ്. എനിക്ക് 1 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്നിരിക്കട്ടെ, ഒരു 2 കോടി 5 കോടി 10 കോടി നേരത്തെ തന്നെ ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തേച്ച് ഞാൻ ഈ പ്രൊജക്റ്റിന് വേണ്ടി ഇറങ്ങിയാൽ ജയിക്കാൻ തികഞ്ഞ സാധ്യതയുണ്ട്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്ന വാചകം, യേശുവിൻ്റെ ആ ചങ്കിലെ തൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ജീവരക്തം മുഴുവനും തറയിൽ വീണു. ഒടുവിൽ ചങ്കിൽ നിന്ന് വെള്ളം വരെ പുറത്തു വരത്തക്കതുപോലെ തൻ്റെ രക്തം മുഴുവനും തീർന്നു. ആ 6 ലിറ്ററോളം വരുന്ന രക്തത്തിൽ നിന്ന് ഒരൊറ്റ തുള്ളി എടുത്താൽ, ഇത് വലിയൊരു പദമാ, 6 ലിറ്ററോളം വരുന്ന യേശുവിൻ്റെ രക്തത്തിൽ നിന്ന് ഒരൊറ്റ തുള്ളി രക്തമെടുത്ത് അതൊരു 10,000 കണികകളായി വിഭജിച്ചാൽ അതിലെ ഒരു കണിക ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരത്തിന് മതിയായതാ. എൻ്റെ ആവശ്യത്തിലുള്ളതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ സംഭാവന എപ്പോഴും ഇത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അളവില. അവൻ നിത്യതയിലെ സമ്പന്നനാണ് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞ വാചകം മറക്കരുത്. തൻ്റെ സമ്പത്തിൻ്റെ വലിപ്പമാണ് തൻ്റെ വിടുതലിൻ്റെ കപ്പാസിറ്റി. ഞാൻ മുന്നോട്ട് വരികയാണ്. അകത്തോട്ട് ഇറങ്ങുമ്പോൾ തൻ്റെ മഹത്വത്തിൻ്റെ ധനവും തൻ്റെ കഴിവിൻ്റെ പ്രതാപവും നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നതല്ല. തൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണതയിൽ തൻ്റെ രക്തത്തിൻ്റെ ഒരൊറ്റ കണിക കൊണ്ട് മുഴു പ്രപഞ്ചത്തെ രക്ഷിപ്പാൻ കഴിയുന്നവൻ അവസാനത്തെ തുള്ളിയും ഊറ്റിയേച്ചു പറഞ്ഞു, നിവർത്തിയായി. ആ പ്രസ്താവനയിലേക്ക് ഞാൻ മടങ്ങി വരും. അവിടെ വരുമ്പോൾ ഞാനത് വീണ്ടും തൊട്ടോളാം. മൂലധനം യേശു കാൽവറിയിൽ കെട്ടിവെച്ചു. എന്നിട്ട് സാത്താനെ സർവായുധവർഗം, സാത്താനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചു. 1, മൂലധനം കെട്ടിവെച്ചു. 2, ആ സാത്താനെ കൊണ്ട് ആയുധങ്ങൾ താഴെ വെപ്പിച്ചു. 3, അവൻ്റെ തലയെ തകർത്തു. 3 കാര്യങ്ങൾ കാൽവറിയിൽ ചെയ്തു. 1, വില കെട്ടിവെച്ചു. 2, സാത്താനെ ആയുധം താഴെ വെപ്പിച്ചു. 3, അവൻ്റെ തല തകർത്തു. തല തകർത്തു എന്ന വേദപുസ്തക പ്രയോഗത്തിന് കൊന്നു എന്നൊരർത്ഥം ആരും എടുക്കരുത്. അവൻ്റെ വലിയ ബലമില്ലാതാക്കി എന്ന് മാത്രമേ ആ വാക്കിന് അർത്ഥമുള്ളൂ. നമ്മുടെ പണി ചെയ്യാൻ ആവശ്യമുള്ള ബലം അവൻ്റെ ഉണ്ട്. നമ്മളെ കൊണ്ട് നമ്മുടെ ജോലി ചെയ്യിക്കേണ്ടതിന് ആവശ്യമുള്ള അത്രയും ജീവൻ അവനിലുണ്ട്. അവൻ്റെ തല തകർത്തു എന്ന വാക്കിൻ്റെ അർത്ഥം സാത്താനെ കൊന്നുകളഞ്ഞു എന്നല്ല, അവൻ്റെ ബലം തകർത്തു
തകർത്തു എന്നൊരൊറ്റ അർത്ഥമേ അതിനുള്ളൂ. അവന്റെ ബലം തകർത്തു. അവനെ ബലഹീനനാക്കി എന്നെ സമ്പന്നനാക്കി. അവനെ ബലഹീനനാക്കിക്കൊണ്ട് എന്നെ ബലവാനാക്കി. അവനെ കൊണ്ട് ആയുധവർഗം താഴെ വെപ്പിച്ചേച്ച് സഭയോട് പറഞ്ഞു, നിങ്ങൾ സർവായുധവർഗം ധരിക്കുക. സഭയെ സർവായുധവർഗം ധരിപ്പിച്ചു. യുദ്ധത്തിന് റെഡിയാക്കുകയാണ്, ഒരുങ്ങുകയാണ്. ഇന്ന് പകൽ ചിലതൂടെ പിടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. സാത്താനെ, നിന്റെ കയ്യിൽ ആയുധമില്ല, യേശു നിന്നെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചു. എന്റെ കയ്യിൽ ആയുധം തന്നു. സർവ്വ ആയുധവർഗം ധരിച്ചു കൊള്ളുവാൻ എനിക്കൊരു ഉത്തരവ് തന്നു. അത് ധരിക്കുവാനുള്ള അധികാരവും പദവിയും ദൈവം എനിക്ക് തന്നിരിക്കുകയാൽ ബഥേൽ ഇന്ന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ശത്രുവിന്റെ പ്ലാനുകളോട് എതിർക്കാൻ പോകുകയാണ്. എന്തിന്? അവൻ കൊണ്ടുപോയത് തിരികെ പിടിക്കേണ്ടതിനു വേണ്ടി. മോഷ്ടിക്കുന്ന കള്ളനെ കുറിച്ച് ബൈബിൾ പറയുന്നത്, മോഷ്ടിച്ചു കൊണ്ടുപോയ കള്ളനെ പിടികിട്ടിയാൽ അവൻ 4 ഇരട്ടി തിരിച്ചു തരേണ്ടി വരും. ഇന്ന് പകൽ ദൈവമക്കളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയത് 4 ഇരട്ടി തിരിച്ചു പിടിച്ചു തരുവാൻ ദൈവം തന്റെ ദൂതന്മാരെ നമ്മോടുകൂടെ സഹായത്തിന് വേണ്ടി പറഞ്ഞയച്ചു. യുദ്ധത്തിന് വേണ്ടി നമ്മെ ഒരുക്കിയ ശേഷം തന്റെ ദൂതന്മാരെ നമ്മോടുകൂടെ താൻ പറഞ്ഞയച്ചു. തന്റെ സർവായുധവർഗം ധരിപ്പിച്ചു. എഫെസ്യ ലേഖനം 4:27 യാക്കോബിന്റെ ലേഖനം 4:7 നിന്നിച്ചു പറഞ്ഞു, നിങ്ങൾ എതിർത്ത് നിൽക്ക്, സാത്താനോട് എതിർത്ത് നിൽക്ക്. അവൻ അലറുന്ന സിംഹം പോലെ നിങ്ങൾക്കെതിരെ വരുമ്പോൾ അനങ്ങണ്ട. യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ നിങ്ങളുടെ തണലാകയാൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാതെ വരുന്നത് ചെയ്യിക്കുവാൻ ശക്തന്മാരായ ദൂതന്മാരെ എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്നവനാണ്. ഒരാത്മയുദ്ധത്തിന് വേണ്ടി നമ്മെ കൊണ്ടു നിർത്തിയത് സാത്താനെ ബന്ധിച്ച് തരുവാൻ ദൂതന്മാരെ കർത്താവ് അയച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10:18-19 വരുമ്പോൾ അവനെ ചവിട്ടിക്കോളാൻ യേശു അധികാരവും ഏൽപ്പിച്ചു. യേശു അധികാരം കൈമാറിയ ചില രംഗങ്ങൾ ഒന്ന് ചേർത്ത് ഞാൻ പറയട്ടെ. യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിലാണത്. 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ പോകുമ്പോൾ രോഗികളെ സൗഖ്യമാക്കണം, ഇന്ന് പകൽ നടക്കണം. നിങ്ങൾ പോകുമ്പോൾ ഭൂതങ്ങളെ പുറത്താക്കണം, ഇന്ന് പകൽ നടക്കണം. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കണം, ഇന്ന് പകൽക്കാലം നടക്കണം. നിങ്ങളത് ചെയ്യ്. നിങ്ങൾ പാമ്പുകളെ ചവിട്ടണം, തേളുകളെ ചവിട്ടണം. ഞാനൊരു വാഗ്ദത്തം തരാം, ഒന്നും ഒരു കാലത്തും നിങ്ങൾക്കൊരു ദോഷവും വരുത്തുകയില്ല. കാരണം നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കയില്ല. നിനക്ക് വിരോധമായി ഫലിക്കത്തക്ക ഒരായുധം ഉണ്ടാക്കുവാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ ഇതേ സ്റ്റേജിൽ എടുത്താരാന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാനാണ് ഈ കൊല്ലനെ സൃഷ്ടിച്ചത്, ഈ സ്മിത്തിനെ സൃഷ്ടിച്ചത് ഞാനാണ്, ഈ ആയുധം ഉണ്ടാക്കുന്നവനെ സൃഷ്ടിച്ചത് ഞാനാണ്. നിനക്കെതിരെ ഒരായുധം ഉണ്ടാക്കാൻ ഞാൻ ആരെയും ആക്കിയിട്ടില്ല. ഇന്ന് പകൽക്കാലം നിയമിച്ചവന്റെ വാചകമാണിത്. നിനക്ക് വിരോധമായ ഒരു ആയുധം ഉണ്ടാക്കുവാൻ ഞാൻ ആരെയും ആക്കിയിട്ടില്ല. ഇല്ലീഗലായി ദൈവസഭയ്ക്ക് വിരോധമായി ആയുധങ്ങൾ സൃഷ്ടിച്ച ഹേ ശത്രുവേ, നീ പരാജയപ്പെട്ടവനാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ യേശുവിന്റെ നാമത്തിൽ വീണ്ടും ഞങ്ങൾ വിളിച്ചു പറയുകയാ. ഹല്ലേലൂയ. ഈ വാർത്തകൾ ഇന്നും ഈ ദിവസങ്ങളിലുമായി ഈ ഒരാഴ്ചക്കകം ലോകത്തിലെ 200-ലധികം രാജ്യങ്ങളിൽ മലയാളം സംസാരിക്കുന്നവർ കേൾക്കുന്നുണ്ട്. ഇത്രയും ജനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ബഥേൽ വിളിച്ചു പറയുകയാണ്, ഹേ പിശാചേ, ഞങ്ങൾക്കെതിരെ ഒരു ആയുധം ഉണ്ടാക്കുവാൻ നിനക്ക് റൈറ്റ് ഇല്ല, നീ തോറ്റവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് തിരിഞ്ഞൊന്ന് ആലോചിച്ച് നോക്ക്. പണ്ടൊരിക്കൽ ആദമിനെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് സൃഷ്ടിച്ചു വെച്ച് പറഞ്ഞു, ഭൂമിയെ അടക്കി വാഴുവാൻ പിശാചിന്റെ അധികാരത്തിൽ നിന്ന് തിരികെ പിടിച്ച് ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യ്, സന്താനപുഷ്ടി ഉള്ളവനായി വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ പരന്ന് അതിനെ അവകാശമാക്കുകയാ. ലോകത്തിന്റെ 200-ലധികം രാജ്യങ്ങളിൽ 5 വൻകരകളിൽ നിന്നായി ദൈവജനം ഒരുമിച്ച് വരത്തക്കവണ്ണം ഇന്നത്തെ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവന്ന നിത്യനായ ദൈവത്തിന്റെ ബലമേറിയ നാമത്തില് ഞങ്ങളെ സൃഷ്ടിച്ച അധികാരത്തിൽ നിന്നുകൊണ്ട് പറയുകയാ, ഹേ പിശാചേ, കഴിഞ്ഞു, നീ കൊണ്ടുപോയത് മടക്കി വെക്ക്. 4 ഇരട്ടി മടക്കി തരുവാൻ, ആത്മാക്കൾ മടങ്ങി വരുവാൻ, നന്മകൾ മടങ്ങി വരുവാൻ, ദൈവകൃപകൾ മടങ്ങി വരുവാൻ, ആരോഗ്യം മടങ്ങി വരുവാൻ. ഓ ഗോഡ്, ഹല്ലേലൂയ. ചിലതിന്റെ പേര് വിടക്കെന്നെണ്ണിയെങ്കിൽ മാന്യത മടങ്ങി വരുവാൻ, അഭിമാനം മടങ്ങി വരുവാൻ. മനാദി കർത്താവേ, ഞങ്ങളെ കൊണ്ടുവന്നാക്കിയ പദവിക്കായി നന്ദി. ഇന്ന് പകൽ ഞങ്ങൾ പറയുന്ന വാക്കുകൾ തിരുനാമത്തിലാകയാൽ അങ്ങ് ഇതിന്റെ മേൽ മുദ്ര വെച്ചിരിക്കയാൽ സ്തോത്രം. അത് യേശുവിന്റെ നാമത്തിൽ. ഒരു അനുഭവം കൂടെ ഒന്നുകൂടെ ഓർപ്പിക്കാം. പണ്ടൊരിക്കൽ ഞാനൊരു ക്യാൻസർ പേഷ്യന്റിന് വേണ്ടി പ്രാർത്ഥിച്ചു.
ഭയങ്കര വേദനയാൽ മരണത്തോടടുത്ത് ബോൺ ക്യാൻസറിനാൽ ഞെരുങ്ങിക്കരയുക. ഞാൻ ഒരു 2 മിനിറ്റ് പ്രാർത്ഥിച്ചു, ദൈവകൃപയെ പെട്ടെന്ന് വേദനയെന്ന് പറഞ്ഞു. ആളൊന്ന് ശാന്തമായി. പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെയും കരച്ചിൽ തുടങ്ങി. 2ാം പ്രാവശ്യം ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിച്ചു, വേദന കുറഞ്ഞു. 2 മിനിറ്റിനകം പോകാൻ തുടങ്ങി. അടുത്ത 5 മിനിറ്റ് കൊണ്ട് പോകാൻ തുടങ്ങി, വേദന പിന്നെയും കൂടി, കരയാൻ തുടങ്ങി. ഞാൻ നോക്കിയിട്ട് ഞാൻ പോക്കുണ്ടാകില്ല. ഇയാൾ മരിക്കുന്നത് വരെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയുള്ളൂ. ഇത് വേദന മാറുന്നുമില്ല, എനിക്ക് പോകാൻ പറ്റത്തുമില്ല. പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഒരു വാക്കിടവിട്ടു. യേശു പണ്ടൊരിക്കൽ ഒരത്തിയുടെ ചോട്ടിക്കൂടെ പോയി. അത്തിയിൽ ഫലം അന്വേഷിച്ചു, ഫലം കണ്ടില്ല. ഈ പറയുന്ന ഒന്ന് ചെവിക്കകം തുറന്ന് കേട്ടോ, അകത്തിൻ്റെ അകത്തോട്ട് കയറട്ടെ, ഇന്ന് ചിലത് സംഭവിക്കാൻ വേണ്ടിയാ. അത്തിയോട് യേശു പറഞ്ഞു, മേലാൽ നിന്നിൽ നിന്നാരും തിന്നാതെ പോട്ടെ. എൻ്റെ അകത്ത് ദൈവാത്മാവ് ഇടപെട്ട വാചകങ്ങളിൽ ചിലത് ഞാൻ പറയുക. കൂടെ നടന്ന ശിഷ്യന്മാർ ഓർത്ത് കാണും, പഴം തപ്പിച്ചെന്നിട്ട്, അത്തിപ്പഴത്തിൻ്റെ കാലമല്ല, മണ്ടനിൽ നോക്കേണ്ട കാര്യമല്ലിത്, അത്തിപ്പഴത്തിൻ്റെ കാലമല്ല, പഴം തപ്പിച്ചെന്നിട്ട് ഒന്നും കിട്ടാതെ പോയതിൻ്റെ കൊതിക്കറു പറയുകയായിരിക്കും എന്ന് ശിഷ്യന്മാർ ഓർത്ത് കാണും. അവരങ്ങ് പോയി, ആരും ഒന്നും പറഞ്ഞില്ല, ഗുരുവല്ലേ. അടുത്ത ദിവസം അതുവഴി തിരിച്ചു വരുമ്പോൾ അത്തി തേണ്ട വേരോടെ ഉണങ്ങി നിൽക്കുന്നു. കാരണം യേശു ഒരു വാക്ക് പറഞ്ഞേച്ചു പോയാൽ യേശുവെ പോത്തുള്ളൂ, വാക്ക് പോകില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? യേശു ഒരു വാക്ക് പറഞ്ഞേച്ചു പോയാൽ യേശുവെ പോകത്തുള്ളൂ, വാക്ക് പോകത്തില്ല. പരിശുദ്ധാത്മാവ് ഇതെന്നോട് ഇടപെട്ടേച്ചു പറഞ്ഞു, നീ ബോൺ ക്യാൻസറിനോട് സൗഖ്യമാകാൻ പറഞ്ഞേച്ച് സ്ഥലം വിട്. നീ പോ, പക്ഷെ വാക്ക് പോകത്തില്ല, അത് എൻ്റെ നാമത്തിലാ. ഇന്ന് പകൽക്കാലം ചിലത് ഇവിടെ പ്രസ്താവിക്കും, ഇന്നത്തെ സഭായോഗത്തിന് ആശീർവാദം പറയും, പക്ഷെ വാക്ക് പോകത്തില്ല. നിന്നത് പ്രവർത്തിക്കും. എപ്പോ വരെ? അത് സംഭവിക്കുന്നത് വരെ, അത് സംഭവിക്കുന്നത് വരെ, അത് സംഭവിക്കുന്നത് വരെ ഈ വാക്കിവിടെ നിന്നിരിക്കും. ഹേ പിശാചേ, തട്ടിപ്പറിച്ചെടുത്തത്, കബളിപ്പിച്ചെടുത്തത്, മോഷ്ടിച്ചെടുത്തത് മടക്കിക്കൊണ്ടുവാ. ഇതെന്തുകൊണ്ട് സംഭവിക്കും? യഹോവ നിർണയിച്ചു. ആർ ദുർബലമാക്കും? യഹോവ തന്റെ വിശുദ്ധ ഭുജം നീട്ടി ആരെ കയ്യെ മടക്കുമാറാക്കും. ഞാൻ ബാംഗ്ലൂർ വരാൻ വേണ്ടിയല്ല, എൻ്റെ സഭയിൽ കയറാൻ വേണ്ടിയല്ല ബാംഗ്ലൂർ വന്നത്. ഇതിനകത്തിരിക്കുന്ന പലരും ഇതിനകത്തിരുന്ന് ആരാധിക്കാനല്ലായിരിക്കാം കേരളം വിട്ടത്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയാകയാൽ എന്നെയും നിങ്ങളെയും ഇവിടെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ പദ്ധതിയാകയാൽ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തില് അന്ധകാര വ്യാപാരങ്ങളെ ഞാൻ we break your right. Hallelujah. ഇന്ന് പകൽ ദൈവം ചിലത് ചെയ്യുന്നതിനായി സ്തോത്രം. ഓക്കെ, ദൈവം യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പാമ്പുകളെയും തേളുകളെയും ചവിട്ടണം. ഇവനോട് മേഴ്സി കാണിക്കരുത്. ഇവനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്ത് സംസാരിക്കാനല്ല, ഞാൻ അവനെ ഭത്സിച്ചതാ, ഞാൻ അവനെ ഹ്യൂമിലിയേറ്റ് ചെയ്തതാ. നീ ഉരസുകൊണ്ട് ജഗമിച്ച് ഭൂമിയിലെ പൊടി തിന്നുമെന്ന് പറഞ്ഞതാ. നിന്നെ എന്നെ റെസ്പെക്ട് ചെയ്യാനാ, നിന്നെ ചവിട്ടാനായ എന്നെ ഏൽപ്പിച്ചത്, നിന്നെ തോളെ പൊക്കിക്കൊണ്ട് നടക്കാനല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ പിശാചേ, നീ തോറ്റവനാ, നീ തോറ്റവനാ, നീ തോറ്റവനാ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഐ റിപ്പീറ്റ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമാ. ആകയാൽ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയെ ബേഥേലിന്റെ മീതെ നിന്ന്, ഇന്ന് ശ്രദ്ധിക്കുന്നവരുടെ മീതെ നിന്ന് മാറി നിന്നോളാൻ യേശുവിന്റെ നാമത്തിൽ ആവശ്യപ്പെടുകയാ. ഒരു വിശുദ്ധ അന്തരീക്ഷം ഇതിന്റെ മുകളിൽ തുറക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് മാറട്ടെ. യോഹന്നാന്റെ സുവിശേഷം 15:16 എളുപ്പമൊന്ന് വായിച്ചങ്ങ് വിട്ടേക്കാവുന്ന മാത്രം, വിശദീകരിക്കത്തില്ല. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്താന്ന്. വായിച്ചാട്ടെ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. ഈ ഞാനെന്നൊക്കെ പറയുന്ന വാക്ക് ഭയങ്കരമാണ് കേട്ടോ. നമ്മൾ ആ ശാസ്ത്രീയ ലേഖനങ്ങളിലേക്ക് അടുത്ത ദിവസം വരുമ്പോൾ കാണാം അതിൻ്റെ ഗൗരവം. ഹിഗ്ബോസം എന്ന ഗോഡ് പാർട്ടിക്കിൾ എന്ന പ്രപഞ്ച സൃഷ്ടിയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു ഘടകത്തെക്കുറിച്ച് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം 2012 നടന്നു. ആ 2012 നടന്ന പരീക്ഷണത്തിൽ നിന്ന് ചില ലക്ഷണങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നത് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തോട് ഒക്കുന്നു, അല്ലെങ്കിൽ അതിനകത്തത് കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞു. ഞാനെന്നുള്ള ദൈവിക പ്രസ്താവനയുടെ അകത്തോട്ട് കയറാൻ പോവാ. ഈ ഞാനെന്നും പറഞ്ഞ് പറയുന്നവർ ഒത്തിരി പേര് ഭൂമിയിലുണ്ടെങ്കിലും ഞാനെന്ന് പറയേണ്ടവൻ പറയുമ്പോഴത്തെ വ്യത്യാസം ഓർമ്മയുണ്ട്.
ഒരിക്കൽ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നേരെ നടക്കാൻ ഒക്കാതെ കൊണ്ട് ചട്ടി നടക്കുന്ന ഒരു പുള്ളി, രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കി വന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നു, ഐ സ്റ്റാൻഡ് ഫോർ, ഞാൻ നിനക്ക് വേണ്ടി നിന്നോളാമെന്ന്. അപ്പോൾ കേട്ടോണ്ട് വന്നു പറഞ്ഞു, സ്റ്റാൻഡ് സ്ട്രൈറ്റ്, നീ നേരെ നിൽക്കാൻ നോക്കാം ആദ്യം, പിന്നെ പോ. വൃത്തികെട്ടവൻ വന്നിരിക്കുന്നു അല്ലേ. നേരെ നിൽക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരുത്തൻ്റെ വാക്കല്ല, യേശുവിൻ്റെ വാക്കാ ഞാനെന്ന്. ആ വാക്കിന് ഭയങ്കര അർത്ഥമാണ്. ഒരൊറ്റ വാക്കുകൊണ്ട് മുഴു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ. ശാസ്ത്രീയ വിശദീകരണങ്ങളുടെ അകത്തോട്ട് വരുന്ന ആഴ്ച നമ്മൾ കയറിയേക്കും. അക്ഷരം പ്രതി തൻ്റെ ശാസ്ത്രം മുന്നിലോട്ട് നിരത്തി വെച്ച് പറയുകയാ, അത് തന്നെയാണ് ഇതെന്ന്. അവരെ വാക്ക് പറയത്തില്ല. അവർ പറഞ്ഞത് ഇതാണ് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്, ബൈബിൾ പറയുന്നത് ഇതാ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്. രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഒരു വരവണ്ണത്തിന് വ്യത്യാസമില്ലാതെ പ്രപഞ്ച സൃഷ്ടിയുടെ ആ ഉൽപ്പത്തി ആയവൻ്റെ വാക്കാ ഞാൻ. ഒരിക്കൽ മോശ എന്നൊരു ചോദ്യം ചോദിച്ചു, അങ്ങ് ആരാ, പേരെന്നാ? മോശെ മണ്ടത്തരം ചോദിക്കാതെ എങ്ങനെയാ വിശദീകരിക്കുന്നത് ഞാൻ ആകുന്നവൻ ഞാനാ? അതൊന്ന് വിശദീകരിച്ച് തരാൻ ഒക്കുന്നതല്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം പലയിടത്ത് എടുത്തിട്ടുണ്ട്, നമ്മുടെ ഈ ചർച്ചിൽ ഉൾപ്പെടെ. മോശേ, ഞാൻ എന്ത് പറഞ്ഞാലും നിനക്കിപ്പം മനസ്സിലാകത്തില്ല. ഞാൻ അതാത് സാഹചര്യങ്ങളിൽ അതാതായി വെളിപ്പെടും. ഇന്നൊരു വിടുതലിൻ ശുശ്രൂഷ നടക്കാൻ പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇത് തൊടുന്നത്. ഞാനെന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, ഞാൻ ആക്കി വെക്കുന്നു, ഞാൻ തിരഞ്ഞെടുത്തു എന്ന് പറയുന്ന ആ വാക്യത്തിലെ ഞാനിന്ന് ഇങ്ങോട്ട് വരികയാ. മോശയോട് വന്നൊരിക്കൽ പറഞ്ഞു, ഞാൻ ആകുന്നവൻ ഞാനാ എന്ന് പറഞ്ഞാൽ അതത് സാഹചര്യം വരുമ്പോഴേ നിനക്ക് മനസ്സിലാകത്തുള്ളൂ. അതിനു മുമ്പേ മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ല. ഞാൻ ആകുന്നവൻ ഞാനാ. തൻ്റെ ഒരു ശാസ്ത്രജ്ഞൻ ഒരിക്കൽ പറഞ്ഞു, ഒരു ഉറുമ്പിൻ്റെ അടുക്കൽ ചെന്ന് നക്ഷത്രങ്ങളുടെ ശാസ്ത്രം പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ ഉറുമ്പിന് എന്നെ മനസ്സിലാകാനാ? അത് നിങ്ങളെ കടിക്കുമ്പോൾ ഒരു തൂപ്പ് കൊടുത്തങ്ങ് പോയാൽ മതി, അതിൽ കവിഞ്ഞ് ഉറുമ്പിനൊന്നും മനസ്സിലാകത്തില്ല. ഞാൻ മുന്നോട്ട് വരട്ടെ. മോശ, നിനക്കെന്നെ മനസ്സിലാകാനാ? നീ ചെങ്കടലിൻ്റെ മുന്നിലോട്ട് ചെന്ന് നിന്ന് പൊട്ടിക്കരയുമ്പോൾ പുറകിൽ നിന്ന് വരുന്ന മിസ്രയീമ സൈന്യത്തെയും എറിയാൻ നിൽക്കുന്ന മുൻപിലെ സൈന്യത്തെയും ഒരുമിച്ച് കണ്ട് ഞെട്ടിക്കരയുമ്പോൾ ഞാനൊരു കിഴക്കൻ കാറ്റായി ഇറങ്ങി വരും. മോശേ, ഞാൻ കിഴക്കൻ കാറ്റാന്ന് പറഞ്ഞാൽ ഇപ്പം നിനക്ക് മനസ്സിലാകത്തില്ല, ഞാൻ ആകുന്നവൻ ഞാനാ. മോശേ, നിന്റെ ദിനം വെയിൽ കൊണ്ട് മൂട്ടയിടുമ്പോൾ ഞാൻ ഒരു മേഘമായി മേളിൽ വന്ന് നിൽക്കും. ഞാൻ മേഘമാന്ന് പറഞ്ഞാൽ നിനക്കിപ്പം മനസ്സിലാകത്തില്ല. നിന്റെ ദിനം പട്ടിണി കിടന്ന് ദുരിതം അനുഭവിക്കുമ്പോൾ ഞാൻ മന്നയായി പൊഴിഞ്ഞോണ്ടിരിക്കും. മോശേ, ഞാൻ അപ്പമാന്ന് പറഞ്ഞാൽ നിനക്കിപ്പോ പിടികിട്ടത്തില്ല. നിന്റെ ദിനത്തിന് ദാഹിക്കുമ്പോൾ ഞാൻ പാറയിലെ വെള്ളമായി എഴുന്നേറ്റ് വരും. ഞാൻ പാറയാന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. ഓ ഗോഡ്, നീ നടന്ന് നിന്റെ ചെരുപ്പ് കീറി തുടങ്ങുമ്പോൾ ഞാൻ നിനക്കൊരു കോപ്പിളറാ. ചെരുപ്പ് കുത്തിയാ ഞാൻ നിന്റെ ചെരുപ്പ് നന്നാക്കും. നിന്റെ വസ്ത്രം കീറുമ്പോൾ ഞാൻ നിനക്ക് വീവറാ ടൈലറാ. ഞാൻ ആകുന്നവൻ ഞാൻ. ആ നിത്യനായ ദൈവം യോഹന്നാൻ 15 പറയുകയാണ്, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുത്തവനാര്? നിങ്ങളെന്നെ തെരഞ്ഞെടുത്തെന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. യേശു അതൊന്ന് വെളിപ്പെടുത്താൻ ഒരു പ്രാവശ്യം കൂടെ ഇച്ചിരി സമയം എടുത്തായിരുന്നു കേട്ടോ. തന്നെ പടയാളികൾ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ആ സമയത്തെ, എടാ ഞാൻ സ്വയം ഏൽപ്പിച്ചു തരുന്നതാന്ന് മറ്റുള്ളവർക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ചുമ്മാ ഒന്ന് ചോദിച്ചു, നിങ്ങൾ ആരെയാ തിരയുന്നേ? അവർ പറഞ്ഞു, ഞങ്ങൾ നസ്രയനാകുന്ന യേശുവിനെ. അത് ഞാനാ. ഇവരങ്ങ് പൊക്കോട്ടെ, എൻ്റെ ശിഷ്യന്മാരെ വിട്, അവർക്ക് വേറെ ജോലിയുണ്ട്, അവർ പൊക്കോട്ടെ. വില കൊടുക്കാൻ വന്നത് ഞാനാ. ഞാനാന്ന് പറയുകയും കേട്ടവന്മാർ എടുത്തടിച്ച പോലെ പുറകോട്ട്. എന്നാ പറ്റി പടയാളികളെ? ഈ നിൽക്കുന്ന ആരാന്നറിയാവോ? ആ നിത്യതയിലെ ഞാൻ ആകുന്നവൻ ഞാനാന്ന് പറഞ്ഞതിൻ്റെ അവസാനത്തെ ഇച്ചിരേ പറഞ്ഞുള്ളൂ. ഞാനാ. ആ യേശുവിൻ്റെ വാക്ക് ശ്രദ്ധിച്ചു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, ഞാൻ നിങ്ങളെ നിയമിച്ചു. എന്ത്? ഉറങ്ങാനല്ല, പോയി ഫലം കഴിക്കാൻ. അതുകൊണ്ട് എത്ര പേർ പറയും, ഞാൻ പോകും, ഫലം കഴിച്ചിരിക്കും. ഒത്തിരി കൂടെ സ്പീഡിൽ പോയേ പറ്റത്തുള്ളൂ കേട്ടോ. നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9:15. കർത്താവ് അവനോട്, നീ പോക, ഞാൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ശൗലിന്റെ കാര്യമാണ്. പഴയ നിയമത്തിലെ ശൗല് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവുമായി അവന്റെ മിഷന് വേണ്ടി ഇറങ്ങിത്തിരിച്ച
മതഭ്രാന്തനും കൊലപാതകനുമായിരുന്ന ശൗല്, ദൈവനാമത്തെ ഉപദ്രവിച്ച് മുടിച്ചവൻ, എങ്കിലും അവൻ്റെ അകത്തെ സിൻസിയോറിറ്റി കണ്ട ദൈവത്തിന് അവനെ പ്രയോജനപ്പെടുത്താൻ നോക്കിയപ്പോൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് അടിച്ച് മണ്ണിലിട്ടേച്ച് തൻ്റെ അനന്യാസിനോട് പറയുന്ന പ്രസ്താവനയാണ്. അവൻ ആരാന്നറിയാമോ? അനന്യാസ് പറഞ്ഞു, അവൻ ഞങ്ങളുടെ നാമം നിമിത്തം ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നതാ. അവൻ ഇവിടെ കിട്ടുന്നവരെ പിടിച്ചു കെട്ടി തടവിലാക്കുവാൻ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവുമായി, വേറൊരു ഭാഷയിൽ അവരുടെ കമ്മീഷനുമായി, അല്ലെങ്കിൽ അവരുടെ അനോയിന്റിങ്ങുമായി, അവരുടെ അഭിഷേകവുമായി വന്നിരിക്കുക. എന്താ പറഞ്ഞാ, അത് പഴയ ചരിത്രമാ. ഞാൻ അവനെ തെരഞ്ഞെടുത്തു. ഇന്ന് പകൽ ചേഞ്ച് ആവശ്യമുള്ളവരെ, തെരഞ്ഞെടുപ്പിന് സെക്കൻഡുകൾ മതി, തെരഞ്ഞെടുപ്പിന് സെക്കൻഡുകൾ മതി. ഞാൻ അവനെ തെരഞ്ഞെടുത്തു. ഞാൻ ഇന്ന് പകൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിച്ചോ. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രബലമാകട്ടെ. അടുത്തത്, ദൈവം തന്റെ കാവലിന് തന്റെ ദൂതന്മാരെ ഞാൻ ഒടുവിലത്തെ വിഷയത്തിലേക്ക് ഒടുവിൽ വരും. കർത്തൃമേശയോട് ബന്ധപ്പെടുത്തി അത് പറയാൻ വേണ്ടി ലാസ്റ്റിലേക്ക് മാറ്റിവെച്ചത്, വില കെട്ടിവെച്ച ചരിത്രം. തൻ്റെ ദൂതന്മാരെ കാവലിന് വേണ്ടി തരും. ഇന്നലെ പകൽ ഞങ്ങൾ ഒന്ന് ചിന്തിച്ചായിരുന്നു. കാവലിൻ്റെ ദൂതന്മാരെ ദൈവം എന്നും അയച്ചു തരും. യെശയ്യാവ് 43 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേ പറ്റൂ. യെശയ്യാവിൻ്റെ പുസ്തകം 43 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ദൈവം നേരിട്ട് ചിലത് ചെയ്യും. ദൂതന്മാരെ ഞാൻ ഇന്നിപ്പോൾ തൊടുകയല്ല, ദൈവം നേരിട്ട് ചിലത് ചെയ്യും. വായിച്ചാട്ടെ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാനെന്നുള്ള വാക്കിൽ നിന്ന് ഒന്ന് മാറിയേച്ച് പറഞ്ഞു, ഇസ്രായേലെ നിന്നെ സൃഷ്ടിച്ചവനും, യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും, ഇസ്രായേലെ നിന്നെ ഉണ്ടാക്കിയവനും. നിന്റെ സൃഷ്ടിയിൽ, ഞാൻ ഇന്നലെ ഒരു ഉദാഹരണം ഉപയോഗിച്ചു. സൃഷ്ടിയിൽ എൻ്റെ മുൻപിൽ ഇപ്പോഴിരിക്കുന്നതായ ഈ പ്രയർ റിക്വസ്റ്റ് ബോക്സ് ഉണ്ടല്ലോ, ഈ സാധനം സൃഷ്ടിയിൽ ഇതൊരു മരമായിരുന്നു. അതിനു മുമ്പേ ഏതോ ഒരു വൃക്ഷത്തിൻ്റെ അരിയായിരുന്നു. ഇതൊരു മരമായിരുന്ന സാഹചര്യം. ഞാൻ നിന്നെ മരമായി സൃഷ്ടിച്ചു. അവിടുന്ന് ആരോ വെട്ടുകാരനെ അയച്ചു വെട്ടിച്ചു, അറപ്പുകാരനെ വിട്ട് അറപ്പിച്ചു, ആശാരിയെ വിട്ട് ക്ലീൻ ചെയ്തു, ഒടുവിൽ പണിക്കാരെ വിട്ട് പണിയിച്ചു. ഞാൻ നിന്നെ പെട്ടിയായി ഉണ്ടാക്കി. ആദ്യത്തെ പ്രസ്താവന, നിന്നെ സൃഷ്ടിച്ചവനും. യാക്കോബേ, നിന്നെ ഒരുപാട് സ്റ്റേജുകളിലൂടെ കയറ്റിയിറക്കി, അറത്തും മുറിച്ചും വരച്ചും കിഴിച്ചും നിന്നെ കൊണ്ടുവരേണ്ട ഷേപ്പിൽ കൊണ്ടുവന്ന് നിന്നെ പണിത് ഒരു പുതിയ വസ്തുവാക്കി ഞാൻ മാറ്റി. ഇതിനകത്തിരിക്കുന്ന ദൈവപൈതലേ, സൃഷ്ടി മുതൽ പണി വരെ ഒരു പ്രോസസ്സിങ് നടന്നു കഴിഞ്ഞു. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ നിന്നെ നിർമ്മിച്ചവനുമായ, എത്ര പ്രോസസ് നടത്തിയാന്നറിയാമോ? നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ. വായിച്ചോ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഈ വാക്കുകൾ നമ്മുടെ അകത്തോട്ട് കയറട്ടെ. ബൈബിൾ എഴുതിയിരിക്കുന്നത് ആ ഒരു തലമുറയ്ക്ക് മാത്രമല്ല, ഇന്ന് ഇതിനകത്തിരിക്കുന്ന നമുക്ക് വേണ്ടി, ഇനി തലമുറകൾ മിച്ചമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയപ്പെടുന്ന ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് ഈ ആലോചന എന്നോടാ, ഈ ആലോചന നമ്മിൽ ഓരോരുത്തരോടാ. യാക്കോബേ എന്ന പദം മാറ്റി വെച്ച് ഞാനൊന്ന് പറയട്ടെ. വർഗീസേ, നിന്നെ സൃഷ്ടിച്ചവനും, വർഗീസേ നിന്നെ നിർമ്മിച്ചവനും. ഇതിനകത്തിരിക്കുന്നവർ അവരവരുടെ പേരെടുത്ത് പറഞ്ഞു. ആ പേരിൽ എന്നെ സൃഷ്ടിച്ചവനും എന്നെ നിർമ്മിച്ചവനും ഒരു പ്രോസസ്സിലൂടെ കടത്തിവിട്ട് ഇവിടം വരെ എത്തിച്ചവൻ, ഈ പ്രോസസ്സിന്റെ അന്തത്തിൽ എന്നെ വേറൊന്നാക്കി മാറ്റാൻ പോകുന്നവൻ. എന്താ ഈ വേറൊന്നാക്കി മാറ്റാൻ പോകുന്നത്? സഹോദരന്മാരെ, നാം എന്താകുമെന്ന് ഇതുവരെ അറിയത്തില്ല. പക്ഷേ നാം അവനോട് സദൃശന്മാരാകും. നാം ആകാനുള്ള വേറൊരളവുണ്ട്. പുത്രത്വത്തിന്റെ വീണ്ടെടുപ്പായ ആ വീണ്ടെടുപ്പ് ഒടുവിൽ ലഭിക്കുമ്പോൾ, മരണം മാറി ജയം വന്നുവെന്ന് പറയുന്ന സാഹചര്യമാകുമ്പോൾ എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് വേറൊന്നാകയാൽ അവിടേക്ക് എന്നെ നടത്തിക്കൊണ്ടിരിക്കുക. I am on the process. നിന്നെ സൃഷ്ടിച്ചവനെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടണ്ട. ആ വാക്കങ്ങ് അകത്തോട്ട് കയറട്ടെ. ഇന്ന് പകൽ പിശാചിനോട് പറ, ഭയപ്പെടത്തില്ല. അത് കണ്ണും മിഴിച്ചുകൊണ്ട് വരും ഭയപ്പെടുത്തേണ്ടതിന്. അത് അലറുന്ന സിംഹം പോലെ വരും ഭയപ്പെടുത്തേണ്ടതിന്. അത് വാഗ്ദത്തങ്ങൾ പറയുകയും എതിരുകൾ പ്രസ്താവിക്കുകയും ചെയ്യും. അത് വേണ്ടാത്തത് പുലമ്പിക്കൊണ്ടിരിക്കും. നിന്റെ ഭാവി തകർക്കും, നിന്നെ നശിപ്പിക്കും, പലതും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഒരിക്കലും ഒരു ഭൂതത്തെ പുറത്താക്കുമ്പോൾ ആ ഭൂതം എന്നോട് പറഞ്ഞൊരു പദമുണ്ട്, എന്നെ ഇതുവരെ ആരും കേവലപ്പെടുത്തിയിട്ടില്ലടാ എന്ന് പറഞ്ഞ് എന്നെ ഇതുവരെ കളിയാക്കിയിട്ടില്ല, നീ എന്നെ കളിയാക്കി. ഞാനൊരു സൂത്രത്തോട് പറഞ്ഞ് വീണിതിലെ കിടന്ന് ഉരുണ്ടേ ചോക്കോളാൻ പറഞ്ഞു. ഏതായാലും വന്നതല്ലേ, അപ്പോൾ ചുമ്മാ പോകണ്ട, കുറേ നേരം ഉരുണ്ടേ ചുവാൻ പറഞ്ഞു. ഉരുളുന്ന കൂട്ടത്തിൽ പറഞ്ഞാണ്, ഇതുവരെ പലരും എന്നെ വിട്ടിട്ടുണ്ടെങ്കിലും എന്നെ ആരും കേവലപ്പെടുത്തിയിട്ടില്ല. എന്നെങ്കിലും ഒരിക്കൽ നിന്നെ എൻ്റെ കിട്ടും, അന്ന് ഞാൻ കാണിക്കാം. ഞാൻ തിരിച്ചു പറഞ്ഞ വാചകം ഓർക്കുന്നുണ്ട്, ചെകുത്താനെ എന്നെ നിൻ്റെ കിട്ടണം. ഒത്തു തിരിച്ചാ, നീ പിന്നെ എൻ്റെ വരും, ഞാൻ നിൻ്റെ വരത്തില്ല. നിന്നെ കണ്ടോളാമെന്നൊരു പിശാച് പറഞ്ഞാൽ അതിനോട് പറ, ചുമ്മാതാ, ഞാൻ നിന്നെ കാണുകയുള്ളൂ, നീ എന്നെ കാണാൻ അപ്പോയിൻമെൻ്റ് ഉണ്ടോ?
നിനക്കാര് സാങ്ഷൻ തന്നു? നോ, ഞാൻ നിന്നെ കണ്ടിരിക്കും. എന്നെ ഇങ്ങോട്ട് കാണാൻ നിനക്കൊന്നും ഇല്ല. ഇങ്ങോട്ട് ഭയപ്പെടുത്തുന്നവനോട് അവനോട് പോടാ. കാര്യം നിന്നേക്കാൾ വലിയ വേറൊരു ശബ്ദം, യഹോവയുടെ ശബ്ദം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നവന്റെ ശബ്ദം, എന്നെ സൃഷ്ടിച്ചവന്റെ ശബ്ദം, എന്നെ പണിതവന്റെ ശബ്ദം. ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഭയത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ബേഥേലിൽ നിന്ന് ഇന്ന് ഞങ്ങൾ ശാസിക്കുന്നു. ഭയപ്പെടേണ്ട. രാത്രിയിൽ ഭയമിടുന്ന, പകൽ ഭയമിടുന്ന, ഒറ്റക്കരിക്കാൻ ഭയമിടുന്ന അനേക ശക്തികൾ, അത് മാന്ത്രിക ശക്തികളുടെ പിൻപിലോ അത് ഭീഷണികളുടെ പിൻപിലോ വ്യാപരിക്കുന്ന ശക്തികൾ ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 9:15 ഇപ്പോൾ അഴിഞ്ഞു മാറും. കാരണം വേറൊരു ശബ്ദം. ഭയപ്പെടേണ്ട. ഒന്ന് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിക്കേ. ഞാൻ നോക്കട്ടെ കംപ്ലീറ്റ് ചെയ്യാൻ. നീ എനിക്കുള്ളവൻ തന്നെ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. നിൽക്കട്ടെ, നമ്മൾ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. നീ എനിക്കുള്ളവൻ തന്നെ. പാസ്റ്റർ ബെഥേൽ ബിജയ്ക്ക് പണ്ടൊരിക്കൽ ഉപയോഗിച്ച ഒരു നല്ല ഫ്രേസ് ഇന്നലെ മിനിഞ്ഞാന്നോ ഞാനും സുനിലും കൂടെ നിൽക്കുമ്പോൾ ആ രണ്ടിടയ്ക്ക് ഞാൻ ഉപയോഗിച്ചു. ഇവനേതാന്ന് ചോദിച്ചു. എന്നെ പാസ്റ്ററാന്ന് പരിചയപ്പെടുത്തി, സുനിലിനെയും പാസ്റ്ററാന്ന് പരിചയപ്പെടുത്തി. ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ തമ്മിലൊരു ചെറിയ റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അത് പണ്ടൊരിക്കൽ പാസ്റ്റർ ബെഥേൽ പി പറഞ്ഞതാണ്. ഞങ്ങൾ തമ്മിലൊരു ചെറിയ റിലേഷനുണ്ട്, അപ്പനും മോനും എന്നുള്ളതാണ് റിലേഷൻ. എൻ്റെ മൂത്ത മോനാ അത്. കർത്താവ് പറഞ്ഞു, നമ്മൾ തമ്മിലൊരു റിലേഷനുണ്ട്, നീ എൻ്റെ മോനാ, നീ എൻ്റെ മോനാ എന്നുപോലെ. ആ ധൈര്യമുള്ളവർക്കായി സ്തോത്രം. ഒരു റിലേഷൻ. ആ ദൈവം എൻ്റെ വകയാ, ആ ദൈവം എൻ്റെ വകയാ. പണ്ടൊരിക്കൽ കാനമച്ചന് ഒരു 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 എന്തുവാ പഞ്ചാംഗങ്ങൾ എഴുതുന്ന ഒരു മാന്യനായ മനുഷ്യനോട് സംസാരിച്ചൊരു വാക്കുണ്ട്. ഒരു ബോട്ടിൽ ഒരു സൈഡിൽ കാനമച്ചൻ ഇരിക്കുക. ഒത്തിരി പേര് അച്ഛനെ അറിയാവുന്നവർ കാണാൻ അവിടെ വന്ന്, അച്ഛൻ്റെ പ്രഭാവകാലം. അതേ ബോട്ടിൻ്റെ വേറൊരു സൈഡിൽ ഒരു ജ്യോത്സ്യൻ ഇരിപ്പുണ്ട്, പഞ്ചാംഗങ്ങളൊക്കെ എഴുതുന്നതാ. ഈ നാള് നോക്കാനും നക്ഷത്രം നോക്കാനും താല്പര്യമുള്ളവരെല്ലാം കൂടെ അവിടെ കൂടി. ബോട്ടിലെ ഒരു വിഭാഗം ആളുകൾ ഫ്രണ്ടിലും ഒരു വിഭാഗം ആളുകൾ ബാക്കിലും. ബോട്ട് ഓൾമോസ്റ്റ് ഇംബാലൻസ്ഡാ. ഈ സമയത്ത് ആ ജ്യോത്സ്യന് തോന്നി മറ്റേ പുള്ളി ഏതാണെന്ന് പരിചയപ്പെടണമല്ലോ. നമ്മളെപ്പോഴുള്ള ആരാണ്ട് അപ്പുറത്തിരിക്കുന്ന കണ്ട എഴുന്നേറ്റ് അച്ഛൻ്റെ അടുക്ക വന്ന് ചോദിച്ചു, ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സുവിശേഷകനാണ്. ഓ, ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയാമോ, ഏത് നക്ഷത്രത്തിൽ ജനിച്ചതാ? പുള്ളിക്ക് അവിടെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അച്ഛൻ തിരിച്ചൊരു മറുപടി പറഞ്ഞു, ഈ സകല നക്ഷത്രത്തെയും ഗോളത്തെയും പ്രപഞ്ചത്തെയും ഉണ്ടാക്കിയത് എൻ്റെ അപ്പനാ. ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്, അതുകൊണ്ട് ഇതൊന്നും നമുക്ക് പിടിക്കുകയില്ല. ഇയാൾ അവിടെ കാണും പോയിരി. ഞാൻ ജനിച്ചത് നക്ഷത്രത്തിലല്ല, ഭൂമിയിലാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് പകൽ പലതും പറഞ്ഞുകൊണ്ടിരുന്നവരുടെ പോടി. ഞങ്ങൾ തമ്മിലൊരു ബന്ധം, ഞങ്ങൾ തമ്മിലൊരു ബന്ധം. അത് എൻ്റെ അപ്പനാ, എൻ്റെ അപ്പനാ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആരോടോ പറഞ്ഞു, പല വീടുകളിൽ ചിലപ്പോൾ പട്ടി കടിക്കുമേ എന്ന് പലരും പറയും, കടിക്കുകയും ചെയ്യും. പക്ഷെ ഞങ്ങടങ്ങത്തെ പട്ടി നിന്നെ കടിക്കത്തുള്ളൂ, എന്നെ കടിക്കുകയില്ല. നിങ്ങടങ്ങത്തെ പട്ടിക്ക് എന്നെ കടിക്കാനൊക്കത്തുള്ളൂ, നിന്നെ കടിക്കാൻ പറ്റുകയില്ല. എടാ, ഇത് എൻ്റെ അപ്പൻ്റെ വകയാ, ഇത് എൻ്റെ വകയാ, ഇതിനകത്ത് ഒന്നും കടിക്കത്തില്ലെന്ന്. ഇതൊക്കെ ആരോടൊക്കെ പരിശുദ്ധാത്മാവ് കയറി ഇടപെട്ടുകൊണ്ടിരിക്കുക. ഇതിനകത്തേത് നമ്മളെ കടിക്കുന്നതല്ല, ഇത് നമ്മുടെ അപ്പൻ്റെ വകയാ. നീ എൻ്റെ മകൻ. വായിച്ചു. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല. ഞാൻ നിന്നെ നദിയിൽ കൂടെ കടത്തിക്കൊണ്ടുപോകും, തോപ്പിക്കാനല്ല, മുക്കാനല്ല. നിന്നെ മുക്കാൻ നദിക്ക് ഒക്കത്തില്ലെന്ന് അതിൻ്റെ ഷെയിം പറയാൻ വേണ്ടിയാ. ഞാൻ നിന്നെ നദികളിൽ കൂടെ കൊണ്ടുപോകും. അതിന്റെ കാരണം മുക്കാനല്ല, പ്രശ്നങ്ങളിൽ കൂടെ കൊണ്ടുപോകും, കടഭാരങ്ങളിലൂടെ ഇറക്കി വിടും, പ്രതികൂലങ്ങളിലൂടെ നടത്തും. അത് നിന്നെ മുക്കാനല്ല, മുങ്ങത്തില്ല, മുങ്ങത്തില്ല. യേശുവിന്റെ നാമത്തിൽ മുങ്ങത്തില്ല. ഞാൻ നദികളിലൂടെ കടക്കും, എന്നെ മുക്കുകയില്ല. വായിച്ചോ. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. വിശദീകരിക്കുന്നതിൽ ഇതേ അർത്ഥം. വായിച്ചോ. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ മിസ്രൈമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. എന്റെ പൊന്നെ, ഇതൊക്കെ വിശദീകരിക്കാൻ പ്രയാസമാ. ഒന്നിനെ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് ശത്രു വരികയാണെങ്കിലേ നിന്നെ ഒരാളിനെ രക്ഷിക്കാൻ ഞാൻ കൂശിനെയും സെബയും 2 രാജ്യങ്ങളെ വിട്ടുകൊടുക്കും. ഐ ഡോണ്ട് സ്പെയർ യു. മനസ്സിലാകുന്നുണ്ടല്ലോ ഈ ആശയം അല്ലേ? യാക്കോബേ, ഞാൻ നിന്റെ വകയാ, നീ എൻ്റെ വകയാ.
ഞാൻ നിന്നെ വെള്ളത്തിൽ കൂടെ കടത്തും, തീയിലൂടെ കടത്തും, അഗ്നിജ്വാലയുടെ പോകും. അതിനെ തോപ്പിക്കാനാണ് നിന്നെ ഞാൻ അതുവഴി കൊണ്ടുപോകുന്നത്. ഇന്നത്തെ ആശയങ്ങളിലും അർത്ഥങ്ങളിലും ഇത് എടുത്തോണം. നിന്റെ ജീവൻ ചോദിച്ചുകൊണ്ട് ഒരുത്തൻ വന്നാൽ ഒരു രാജ്യം എനിക്ക് വിഷയമല്ല, ഞാൻ കൂശിനെ വിട്ടുകൊടുക്കും, പക്ഷെ നിന്നെ കൊടുക്കത്തില്ല. ഇന്ന് പകൽ പറയാമോ, എനിക്ക് പകരം ജാതികളെയും എൻ്റെ ജീവന് പകരം വംശങ്ങളെയും വിട്ടുകൊടുക്കാൻ എൻ്റെ ദൈവം തയ്യാറാ. പക്ഷെ ഞാൻ എൻ്റെ ദൈവത്തിന് വിലയേറിയവനും മാന്യനുമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നാം ദൈവത്തിന് വിലയേറിയവരും മാന്യരുമാകയാൽ അപകടങ്ങളെ ദൈവജനത്തെ തൊട്ടേക്കരുത്, തൊടരുത്. അപകട ശക്തികളെ, റോഡിൽ വ്യാപരിക്കുന്ന ദുരാത്മ വ്യാപാരങ്ങളെ, രക്തമോഹികളെ, രക്തകാംക്ഷികളെ ദൈവസഭ തൊടരുത്. ഹല്ലേലൂയ. വഴിമാറിപ്പോ, നിനക്ക് പകരം കൂശിനും സഭയും. ഒരു രാജ്യത്തെ വിടാൻ ദൈവം മടിക്കത്തില്ല. പക്ഷെ ഞാനതല്ല, വിലയേറിയവനും മാന്യനും. എന്നെ അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള കാരണമേ തൻ്റെ ഏകജാതനെ കാൽവറിയിൽ മരിക്കാൻ വിട്ടേണ്ടാ. യേശു പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടതിനാൽ പിതാവ് എന്നെ അംഗീകരിച്ചു. അനേകം മക്കളിൽ ആദ്യജാതനായി യേശു മാറിക്കൊണ്ട് എന്നെ നിങ്ങളെ ക്രിസ്തുവിന്റെ ഇളയ സഹോദരിമാരും സഹോദരന്മാരുമാക്കി മാറ്റുവാൻ ദൈവത്തിന് തിരിഹിതമാകയാൽ ഞാൻ ദൈവത്തിന് വിലയേറിയവനും മാന്യനും എനിക്ക് പ്രതിപകരമായി യേശു മരിച്ചതിനാൽ. താഴോട്ട് വെച്ചോ. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. നീ ഇറങ്ങി വരുമ്പോ സമയത്ത്, ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴല്ല, നടക്കാൻ ഇറങ്ങി വരുമ്പോൾ, പിടിച്ചെടുക്കാൻ തയ്യാറാകുമ്പോൾ, അത് ഇന്ന് രാവിലെ ഇടപെടുന്നൊരാശയമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് അങ്ങനെയൊന്നുമല്ല, അനാദികാലത്തിന് മുമ്പേ ദൈവകൽപ്പനയാണ്, സത്യമാണ്. പക്ഷെ ആ വാക്ക് റേമയായി മാറുന്നത്, 2 പദമുണ്ട് ബൈബിളിനെ കുറിച്ച് പറയുന്നത്. ഒന്നിനെ റേമ എന്ന് പറയും, അതായത് അന്ന് നടക്കേണ്ട, ദാറ്റ് സംതിങ് കൈനറ്റിക്. വേറൊന്നിനെ ലോഗോസ്. ലോഗോസ് എന്ന് പറഞ്ഞാൽ ഈ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം, ദാറ്റ് പൊട്ടൻഷ്യൽ കപ്പാസിറ്റി. ഞാൻ എൻ്റെ ബൈബിൾ ഇപ്പോൾ ഇവിടെ കയറ്റി വെച്ചിരിക്കുക. ഇതിൻ്റെ മുഴുഭാരത്തോടെ ഇത് താഴോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താഴോട്ട് പോകാനുള്ള കഴിവ് ഇതിനുണ്ട്, കട്ടി ഇതിനുണ്ട്. അതിനെ പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കും. ഇതിനുള്ള കഴിവുണ്ട്. ഒന്ന് റിലീസ് ചെയ്ത് കൊടുത്താൽ ഇത് ഔട്ടങ്ങ് വീഴും. ആ വീഴുന്ന വീഴ്ചയെ കൈനറ്റിക് എനർജി എന്ന് വിളിക്കും. നേരത്തെ സ്റ്റോർ ചെയ്തിരുന്ന ഒന്ന് പ്രായോഗികമാക്കി മാറ്റുക. എൻ്റെ ജനനത്തിന് മുന്നമേ വിളി ഉണ്ട്, പക്ഷേ ശത്രു കൊണ്ടുപോയത് പിടിക്കാൻ ഞാൻ ഇറങ്ങി വരുമ്പോൾ ഒരു കൽപ്പന കൂടെ പുറകെ വരും. വടക്കേ തരിക, തെക്കേ തടുത്തു വെക്കരുത്. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ, പരീക്ഷ എഴുതുന്നതിന് മുമ്പേ പഠിക്കുന്ന സമയത്ത് ഈ പദം ഓർത്തു. വടക്കിനോടൊരു കൽപ്പന. വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നതിന് വേണ്ടിയല്ല, പഠിച്ചേച്ച് വരുന്നതിനോട്. ആത്മാക്കളെ നേടാൻ ഇറങ്ങുന്നവരെ ഒരു കൽപ്പന. വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴല്ല, ആത്മാക്കളെ നേടാൻ ഇറങ്ങുമ്പോൾ വടക്കേ തരിക, തെക്കേ തടുത്തു വെക്കരുത്. യഹോവ കൽപ്പിച്ചിരിക്കുന്നു, യഹോവ നിർണയിച്ചിരിക്കുന്നു, ആർ ദുർബലമാക്കും. മനസ്സിലായല്ലേ? യഹോവ നിർണയിച്ചിരിക്കുന്നു, ആർ ദുർബലമാക്കും. ബേഥേൽ ഉറങ്ങിക്കിടന്ന ഒരു സമയം കാണാം. നോ, ഇതൊരു ഘോര സിംഹത്തിന് തുല്യമാ. യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ അനന്തരവന്മാരായ ഇവന്മാര്, ഞങ്ങൾ എഴുന്നേക്കുക പിശാചേ, ഞങ്ങൾ ഒന്നുകൂടി എഴുന്നേക്കുക പിശാചേ, നീ പിടിച്ചെടുത്തത് തിരികെ എടുക്കേണ്ടതിന് ഇന്ന് ഞങ്ങൾ ഒന്നുകൂടി എഴുന്നേക്കുക. ദൈവം ചിലത് ചെയ്യുകയാ. ഞാനങ്ങ് മാറിയേ മതിയാകൂ. യെശയ്യാ 54:14 മുതൽ 17 വരെ വായിക്കണ്ട. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധം ഫലിക്കത്തില്ല. ശത്രു നീ ആയുധം കൊണ്ട് വരാമെന്നും കണ്ട, ഡസൻറ്റ് പ്രോസ്പർ. നേരമാകുമ്പോൾ നടക്കത്തില്ലടാ. കൂടി ആലോചിച്ചു കൊള്ളുക, കാര്യം നടക്കയില്ല. പറഞ്ഞൊത്തുക, നിഷ്ഫലമായി മാറും കാര്യം. യഹോവ എന്നോടുകൂടെ. ആരണ്ടോട് ദൈവം ഇടപെടുകയാ. ശത്രുവേ, കൂടി ആലോചിച്ചു, കാര്യം സാധിക്കയില്ല. നിങ്ങൾ പറഞ്ഞൊത്തുക, നിഷ്ഫലമായി മാറും. അഹിത്തോഫേലിന്റെ ആലോചനയെ നിഷ്ഫലമാക്കിയവനായ ദൈവം പറഞ്ഞൊത്തു വരുന്ന പലതിനെ, ഗൂഢാലോചകന്മാരെ പലതിനെ, ഗൂഢചിന്തകൾ പലതിനെ അടിച്ചെറിഞ്ഞ ശേഷം, ചിലതിന്റെ കസേരകൾ ചുഴറ്റി എറിഞ്ഞ ശേഷം, ഇന്ന് ചിലരോട് പരിശുദ്ധന്മാവ് വീണ്ടും ഇടപെടുകയാ. ചിലത് കൂടിയാലോചിക്കുകയാ, ചിലര് കാര്യം പറഞ്ഞ് ഉറപ്പിക്കയാ. വെറുതെ 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 എനിക്ക്
ഫലിക്കയില്ല. ആയുധങ്ങളെ നിഷ്ഫലമാക, നിഷ്ഫലമാക. ഗൂഢസംഘങ്ങളെ പൊളിഞ്ഞുപോ. ഈ വാക്ക് പറഞ്ഞ ഇന്നത്തെ സഭായോഗത്തിന് ഇന്ന് ആശീർവാദം പറയും, പക്ഷെ വാക്ക് പോകയില്ല. ഇന്നത്തെ സഭായോഗത്തിന് ആശീർവാദം പറയും നേരത്തിന്, പക്ഷെ വാക്ക് പോകയില്ല. ടെലിവിഷനുകൾ ഓഫാകും, ഈ വാക്ക് പോകത്തില്ല. വെബ്സൈറ്റുകൾ മാറി വയ്ക്കും, ഈ വാക്ക് പോകയില്ല. ഹോസ്പിറ്റലുകളിൽ, ഭവനങ്ങളിൽ രോഗികളായി കിടക്കുന്ന ചിലർ ഈ സമയം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. വെളിപ്പാടൊന്നും പറയല്ല, ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. കൂടുതലും ആവശ്യമുള്ളവർ ശ്രദ്ധിക്കാറുണ്ട്. യേശുവിന്റെ നാമത്തിൽ ചില മിനിറ്റുകൾ കഴിയുമ്പോൾ ഹാർവസ്റ്റ് ഓഫ് ആകും, ഹാർവസ്റ്റ് ടെലിവിഷൻ ഓഫ് ആകും, വെബ്സൈറ്റുകൾ മാറി നിൽക്കും. പക്ഷേ ഈ വചനം കേൾക്കുന്ന ദൈവവേദനെ യേശുവിന്റെ നാമത്തിലാകയാൽ, ഞാൻ ആകുന്നവന്റെ നാമത്തിലാകയാൽ ഈ വാക്ക് മാറുകയില്ല. അർബുദ രോഗമേ, ക്യാൻസർ രോഗമേ, ഹാർട്ട് ഡിസീസ്, അൾസറേ, രക്തത്തിലെ ഘടകങ്ങളുടെ ഏറ്റക്കുറച്ചില്, നരമ്പുകളുടെ രോഗങ്ങള്, മനസ്സിലാകുന്നവർ ശ്രദ്ധിച്ചു, ശ്വാസകോശങ്ങളുടെ രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, കാർന്ന് തിന്നുന്ന ചിലവ് യേശുവിന്റെ നാമത്തില് ശരീരങ്ങൾ വിട്ട് മാറുവാൻ, ദൈവജനത്തിന്റെ പരിധി വിടുവാൻ ഇന്ന് ഞാൻ ആവശ്യപ്പെടുകയാ. ദയവായി ശ്രദ്ധിച്ചാലും ആരാധിക്കണമെന്ന് സഭയ്ക്ക് താല്പര്യമുണ്ട്. ആരാധിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ക്ലോക്ക് സമ്മതിക്കാത്തത് കൊണ്ടാ. കുറേ ആശയം കൂടെ എനിക്ക് നിങ്ങളുടെ മുമ്പിലോട്ട് ഇട്ടു തരാനുണ്ട്. ആരാധിക്കുന്ന സന്തോഷമാണെങ്കിലും അതിൻ്റെ സന്തോഷക്കുറവ് കൊണ്ടല്ല, ചില ആശയങ്ങളുടെ മുമ്പിലുണ്ട്. ഹാർവസ്റ്റ് ടെലിവിഷൻ പോകുന്നതിന് മുമ്പേ ആരോടോ പറയാനുണ്ട്. യേശുവിൻ്റെ കാൽവരിയാണ് ഇതിൻ്റെ വില മുടക്കിയത്. മോശയുടെ യാഗപ്രകാരം, ഞാനത് വിശദീകരിക്കാൻ പോകാൻ ആദ്യമേ പോയിന്റ്സും തൊട്ടോട്ടെ കേട്ടുകൊണ്ട് പോകേണ്ടവർ മാറിയിരിക്കാൻ വേണ്ടി, കേട്ട ശേഷം മാറേണ്ടതിന് വേണ്ടി. മോശയുടെ ന്യായപ്രമാണപ്രകാരം ആരെങ്കിലും ഒരു വ്യക്തി പാപം ചെയ്താൽ, അവനൊരു കുറ്റം ചെയ്തു പോയാൽ, അവനൊരു ബലിമൃഗത്തെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. ഊനമില്ലാത്ത ഒരു ബലിമൃഗത്തെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവന്നേച്ച് അവൻ്റെ കയ്യ് ആ യാഗമൃഗത്തിൻ്റെ മേൽ വെച്ച് അവൻ ചെയ്ത പാപങ്ങൾ പുരോഹിതൻ്റെ മുമ്പിൽ വെച്ച് ഏറ്റുപറയണം. പുരോഹിതൻ ഈ പാപം മൃഗത്തിൻ്റെ മേൽ ചുമത്തി ആ മൃഗത്തിൻ്റെ രക്തം ചൊരിഞ്ഞതിനെ യാഗം കഴിക്കുന്നതോടെ ഈ പാപം ചെയ്ത മനുഷ്യൻ്റെ പാപം പരിഹരിക്കപ്പെട്ടു. ഈ യാഗത്തിൻ്റെ പ്രമാണം മതങ്ങളിലേക്കൊക്കെ വ്യാപരിച്ചു. എന്നാൽ കൊരിന്ത്യ ലേഖനം വായിക്കുന്നില്ല, വാക്യം പിന്നെ വായിച്ചോളാം. കൊരിന്ത്യർക്കെതിരെ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ, പാപം അറിയാത്ത ദൈവകുഞ്ഞാടിനെ നമുക്ക് പകരം പിതാവായ ദൈവം പാപം ആക്കി മാറ്റി. ഒരാടിനെ കൊണ്ടുവന്ന്, ഒരു മൃഗത്തെ കൊണ്ടുവന്ന് എൻ്റെ പാപം ഏറ്റുപറഞ്ഞ് അതിൻ്റെ മേൽ ചുമത്തുന്നത് പോലെ പാപം അറിയാത്തവനെ പിതാവായ ദൈവം പാപമാക്കി മാറ്റി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 19:30 എൻ്റെ യേശു കാൽവരിയിൽ വെച്ച് ഒറ്റ വിളി വിളിച്ചു, നിവർത്തിയായി. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മത്തായിയുടെ സുവിശേഷം 27:46 മുതൽ 54 വരെയുള്ള വാക്യങ്ങളിൽ ഉണ്ട്. നമുക്ക് വായിക്കാം. ഹാർവസ്റ്റ് ഓഫ് നിങ്ങൾ ചെയ്തു, ഇതായിരിക്കും തുടർന്ന് ഞങ്ങൾ എടുക്കുന്നതിൻ്റെ രത്നച്ചുരുക്കം. ആകയാൽ നാം സ്വതന്ത്രരായി. യേശു ശിക്ഷിക്കപ്പെട്ടതിനാൽ നമുക്ക് ക്ഷമ ലഭിച്ചു. യേശുവിൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമായി. യേശു പാപമായി മാറിയതിനാൽ നാം നീതീകരിക്കപ്പെട്ടു. യേശു മരിച്ചതിനാൽ നമുക്ക് നിത്യജീവൻ ലഭിച്ചു. യേശു ദരിദ്രനായതിനാൽ നാം സമ്പന്നരായി മാറി. നിത്യതയിലെ ധനാഢ്യനായ ദൈവത്തിൻ്റെ മഹിമയ്ക്കൊത്തവണ്ണം ദൈവം നമ്മെ ഭൗതികമായും ആത്മികമായും സമ്പത്തിലേക്ക് നടത്തും. യേശു നിന്ദിതനാകയാൽ നാം മാനിക്കപ്പെട്ടു. യേശു ശാപമായതിനാൽ നാം അനുഗ്രഹിക്കപ്പെട്ടു. ഇത് ഒരുമിച്ച് ചേർത്തോണ്ടാണ് യേശു വിളിച്ചു പറഞ്ഞത്, നിവർത്തിയായി. ഇന്ന് രാവിലെ ഡോക്ടർ ഡെറിക് പ്രിൻസിന്റെ ദ ഡിവൈൻ എക്സ്ചേഞ്ച് ഓൺ ദ ക്രോസ് എന്ന പോർഷൻ ഒന്നുകൂടെ വായിക്കാനിടയായി. അദ്ദേഹം പറഞ്ഞ ഒരു പദം, അതിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്. നിവർത്തിയായി എന്ന പദം ഒരു പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാ. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അത് ഇംഗ്ലീഷിലേക്ക് റൈഡ് ചെയ്യാമെങ്കിൽ, ഇംഗ്ലീഷിലേക്ക് ഒന്ന് മാറ്റി പറയാമെങ്കിൽ, കണ്ടംപററി യൂസേജിൽ അതൊന്ന് പറയാമെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ്ലി പെർഫെക്റ്റഡ്,
കംപ്ലീറ്റ്ലി കംപ്ലീറ്റഡ്, ഫുള്ളി ഫുൾഫിൽഡ്. ഒരു വാക്കുകൊണ്ട് അത് തീരത്തില്ല. പൂർണ്ണമായി പൂർത്തീകരിച്ചു, പരിപൂർണമായി പൂർത്തീകരിച്ചു. ഈ ആശയങ്ങളാണ് പദത്തിനുള്ളത്. അത് പറയുകയും മത്തായിയുടെ സുവിശേഷം 27:46 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ, ഭൂമി കുലുങ്ങി, കല്ലറകൾ തുറന്നു, പാറകൾ പിളർന്നു, ദേവാലയത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് താഴോളം ചീന്തി മാറി. ദൈവത്തിന് ചെയ്യുവാനുള്ളത് നിർവഹിച്ചുകൊണ്ട് ഭൂലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായ AD എന്നും BC എന്നും കാലത്തെ രണ്ടായി വേർതിരിച്ചുകൊണ്ട് ലോക ചരിത്രത്തിൽ നടന്നിട്ടുള്ള അതിപ്രധാന സംഭവം എന്തുവാണ്? ദൈവം നിവർത്തീകരിച്ചതാ. യഹോവ നിർണയിച്ചു ആർ ദുർബലമാക്കും. യഹോവയുടെ വിശുദ്ധ ഭുജം നീട്ടി ആരെ കൈ മടക്കും. ഇനി നമുക്ക് യേശു മുടക്കിയ വിലയിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരാം. കാൽവറിയിൽ യേശു ചെയ്തെന്താ തൊട്ട് തുടങ്ങിയായിരുന്നു? മോശയുടെ ന്യായപ്രമാണ പ്രകാരം പാപം ചെയ്തു പോയ ഒരു മനുഷ്യൻ പാപയാഗമോ അകൃത്യയാഗമോ കഴിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? ഊനമില്ലാത്ത ഒരു ആടിനെ കൊണ്ടുവന്ന് ആ ആടിൻ്റെ മേൽ തൻ്റെ പാപങ്ങൾ ചുമത്തണം. പാപങ്ങൾ ചുമത്തുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? അവൻ്റെ പാപം പുരോഹിതൻ്റെ മുമ്പിൽ അവൻ ഏറ്റുപറയണം. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. യേശുവിനോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ താൻ ക്ഷമിക്കും. യേശു ഒരിക്കൽ സഭയോടും പറഞ്ഞായിരുന്നു, പാപങ്ങളെ ക്ഷമിക്കുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ട് എന്ന ആശയം. പക്ഷെ നമുക്ക് പ്രായോഗികത അറിയാം. പത്രോസിൻ്റെ അടുക്കൽ പാപം ചെയ്തവൻ ചെന്നേച്ച് പറഞ്ഞു, ഞാൻ നശിച്ചു പോകാതിരിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പത്രോസ് നേരെ പറഞ്ഞ മറുപടി ഓർമ്മയുണ്ടോ? നീ തിരിഞ്ഞ് നിന്റെ പാപം വിട്ട് അനുദപിച്ച് ദൈവത്തോട് പറ, പക്ഷേ ക്ഷമിച്ചേക്കും. എന്നെ കൊണ്ട് ഈ പണി നടക്കുകയല്ല. കാര്യം പാപം മോചിക്കാൻ വില മുടക്കിയത് യേശുവ, ഞാനല്ല. ഞാനിതിന് വില മുടക്കിയിരുന്നെങ്കിൽ ഞാനിത് ചെയ്തേനെ. നോ, എനിക്ക് ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി നിന്ന് ക്രിസ്തുവിനോട് നിരന്നുകൊള്ളുക എന്ന് പറയുവാൻ കഴിയും. ഇതല്ലാതെ ഒന്നും കഴിയത്തില്ല. ഇന്ന് പകൽ വില മുടക്കിയ യേശുവാണ് നമ്മുടെ പാപം ദൈവത്തോട് ഏറ്റുപറയാം. പാപമുള്ളവരുടെ കാര്യം മാത്രമാണ്. പക്ഷെ ബൈബിൾ പറയുന്നത് എനിക്ക് പാപമില്ല എന്ന് ആരെങ്കിലും ഒരുത്തം പറഞ്ഞാൽ ശുദ്ധ ഭോഷ്ക. സ്വർഗം പോലും തിരുസന്നിധിയിൽ കംപ്ലീറ്റ് അല്ല. അതിൻ്റെ അർത്ഥം എൻ്റെ ബ്രാൻഡ് പാപി എന്നല്ല. നോ, എൻ്റെ ബ്രാൻഡ് പാപി എന്നല്ല. ചള്ള എന്ന് പറയുന്നൊരു വസ്തു നിലത്തുനിന്ന് കിട്ടും, അത് ചള്ളയാ, അതിൻ്റെ ബ്രാൻഡ് അതാ. പക്ഷേ എൻ്റെ മേശപ്പുറത്തിരിക്കുന്ന പേപ്പർ വെയിറ്റിൽ ഒരല്പം ചള്ള പെരണ്ടാൽ ഇത് ചള്ളയല്ല, ചള്ള ഇത് പെരണ്ടതാ. ഞാൻ പാപി അല്ല, ഞാൻ ദൈവവൈതല. എങ്കിലും ഈ നടക്കുന്ന നടപ്പിൽ അവിടെയും ഇവിടെയും പാപം പെരലും. അത് യേശുവിൻ്റെ അടുക്കൽ ഏറ്റുപറഞ്ഞാൽ തൻ്റെ രക്തം കൊണ്ടും ചങ്കിലെ വെള്ളം കൊണ്ടും 2 ലെവൽ ശുദ്ധീകരണം സിദ്ധിക്കും. ആദ്യമായി തൻ്റെ പാപം ദൈവത്തോട് ഏറ്റുപറയുന്നവൻ്റെ പാപം രക്തം കൊണ്ട് കഴുകി അവനെ ശുദ്ധീകരിക്കും. ജീവിതത്തിൽ ബലഹീനതകൾ വരുമ്പോൾ അറിയാതെ സംഭവിച്ചു, അല്ലെങ്കിൽ എൻ്റെ കഴിവുകേട് കൊണ്ട് സംഭവിച്ചു, അത് യേശുവിനോട് ഏറ്റുപറയുമ്പോൾ തൻ്റെ ചങ്കിലെ വെള്ളം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കും. 2 രീതിയിലും എന്നെ തൊടുന്നവനാണ് എൻ്റെ കർത്താവ്. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി യേശു വന്നതിനാൽ ദൈവത്തോട് നമ്മുടെ പാപം ഏറ്റുപറയാം. ആ പാപം ദൈവ കുഞ്ഞാടിൻ്റെ മേൽ ദൈവമായി ചുമത്തും. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ പാപം അറിയാത്തവനെ അവൻ പാപമാക്കി മാറ്റി. യെശയ്യാവ് 53:10 ദയവായിട്ടൊന്ന് വായിക്കാമോ? യെശയ്യാവ് 53:10. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. കർത്താവ് വരാൻ താമസിച്ചാൽ ആരാധന ഇതുപോലെ നടക്കും. കർത്താവ് വന്നാൽ ആളുകൾ കുറവായിരിക്കും. ആലോചിച്ച് പറ, കുറച്ചുപേരെ കുറയത്തുള്ളൂ. യേശുവിൻ്റെ മടങ്ങിവരവിൽ 2 പതനമുണ്ട്. എൻ്റെ വിഷയമല്ല, ഒന്ന് മാറ്റി പറയുക. ഒന്ന്, തൻ്റെ മണവാട്ടി സഭയെ ചേർക്കുക. അതിനകത്ത് അതുപോലെ പെർഫെക്ഷൻ ഉള്ളതേ കാണത്തുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ തന്നെ കാണും. അവരും ദൈവമക്കൾ തന്നെയാണ്. 1000 വർഷം കഴിയുമ്പോൾ രണ്ടാമതൊന്ന് വരും ഇവരെല്ലാം കൂടെ കൊണ്ടുപോകാനായിട്ട്. ഇന്നലെ എന്നോടൊരാൾ ഒരു സ്വപ്നം കണ്ടേച്ച് വന്നിങ്ങനെ പറഞ്ഞു, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതായി സ്വപ്നം കണ്ടു. അവിടെ ചെന്നപ്പോൾ അതിമനോഹരമായ ഒരു ഭവനം അവിടെയുണ്ട്. അതിനകമെല്ലാം സ്വർണം പൂശിയിരിക്കുക. എന്തുകൊണ്ടോ സ്വർണത്തോടുള്ളൊരു താല്പര്യം പലർക്കും ഉള്ളത് കൊണ്ടായിരിക്കാം.
സ്വർണത്തെക്കുറിച്ച് ഈ സ്വപ്നം കാണുന്നവർ പലരും അങ്ങനെ കാണും. പൊന്ന് തമ്പുരാൻ, പൊന്ന് യേശു, തങ്ക നിണം എന്നിങ്ങനെയൊക്കെ ഭക്തന്മാർ പോലും പൊന്നിനോടും തങ്കത്തോടും ഉപമിച്ച് യേശുവിനെ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നത് അതൊക്കെ അങ്ങ് തീരെ താണ ഉദാഹരണങ്ങളാണ്. ദൈവത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കാൻ കൊള്ളാവുന്ന ഒരു വസ്തു ഭൂമിയിലില്ലെങ്കിൽ പിന്നെ ദൈവത്തെ ഇതിനോട് എന്നെ വെച്ച് ഉപമിക്കാനാ? താൻ അതിനേക്കാളൊക്കെ ശ്രേഷ്ഠനാണ്. പക്ഷെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറഞ്ഞു, ഞാൻ അറിയുന്ന ഒറ്റയാൾ മാത്രമേ ഞാൻ കണ്ട ഒരു വീട്ടിലുള്ളൂ. അത് അതിമനോഹരമായ വീട്. എമേവറീസ് അല്ല, വേറൊരാളിനെ കർത്താവ് കാണിച്ചതാണ്. എൻ്റെ കാര്യമല്ല, ആ ആളിൻ്റെ കാര്യമാണ്. ആളങ്ങോട്ട് ചെന്നുടനെ ആ അപ്പച്ചൻ പറഞ്ഞു, ദാ ഈ കൊട്ടാരത്തിൻ്റെ മകൾ തേണ്ട വരുന്നു. 100 വേലക്കാർ, ഞാനൊരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടി ഇത് പറയുന്നത്, 100 വേലക്കാർ അതിൻ്റെ ഫ്രണ്ടിലുണ്ട്. അവർക്കൊക്കെ വിശ്രമിക്കാനും കിടക്കാനും അതേ വീട്ടിൽ സ്ഥലമുണ്ട്. നിലകളുണ്ട്. കിച്ചൺ വേറൊരു ഭാഗത്തുണ്ട്. 1000 പേര് ഒരുമിച്ച് വന്നാലും കൊടുക്കത്തക്കതുപോലെ കുക്ക് ചെയ്യാൻ അവിടെ കുക്കുണ്ട്. ഇവരെല്ലാം സ്വർഗത്തിലെ ജോലിക്കാരാ. 2ാം വരവിൻ്റെ 2ാം ഘട്ടത്തിൽ ഈ കൂലിക്കാരെ കൊണ്ടുപോകാൻ വരും. 1ാം ഘട്ടത്തിൽ തൻ്റെ കന്യകയെ മണവാട്ടിയെ ചേർക്കാൻ വരും. ആ കൂട്ടത്തിൽ ഇപ്പം റെഡി ആയിക്കൂ. അതെപ്പോഴാണെന്നറിയത്തില്ല, എപ്പോഴാണെന്നറിയാൻ വയ്യ. ഇന്നാകാം, നാളെയാകാം, എപ്പോഴും ആകാം. വാതുക്കൽ, എനിക്ക് അത്രേ അറിയത്തുള്ളൂ. അതിനുവേണ്ടി നാം തയ്യാറാകണം. ഒരുപാട് തരത്തിലുള്ളവർ സ്വർഗത്തിൽ ചെല്ലും. സ്വർഗത്തിൽ പോകുക എന്നുള്ളതല്ല നമ്മുടെ ക്രൈറ്റീരിയ. SSLCക്ക് പഠിക്കുന്ന പിള്ളേർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എങ്ങനെയും 40% വാങ്ങിച്ചൊന്ന് ജയിച്ച് കിട്ടിയാൽ മതിയെന്ന്. അങ്ങനെ ജയിച്ചത് പിന്നെ ജോലിക്ക് തിരക്കി നടക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്. എങ്ങനെയും ഒന്ന് ചത്ത് കിട്ടിയാൽ മതി. കാര്യം എങ്ങും ആരും ജോലിക്ക് എടുക്കില്ല. ഈ 40 കൊണ്ട് വന്ന പാർട്ടിയാണ്. ഞാനങ്ങ് മാറട്ടെ. നമുക്കൊരു ഉന്നതമായത് വേണം. അതിനുവേണ്ടി ഒന്ന് അധ്വാനിക്കാം. അത് ചുളുക്കം, വാട്ടം, മാലിന്യമേ ഒന്നുമില്ലാത്ത നിർമ്മലകന്യക മാത്രമേ ഉള്ളൂ. അവിടെ എഴുതിനേലും വീക്ക്നെസ് ഇന്ന് തോന്നുന്നെങ്കിൽ ഇന്ന് പകൽ കഴുകാനാണ് യേശുവിൻ്റെ ചങ്കിലെ വെള്ളം. ഇന്ന് പകൽ കഴുകി ശുദ്ധീകരിക്കപ്പെടാനാണ് യേശുവിൻ്റെ ചങ്കിലെ വെള്ളം. ഓക്കെ, യെശയ്യാ 58:10 നമ്മൾ വായിച്ചു, അവൻ നമുക്ക് വേണ്ടി ഒരാകൃത്യയാഗമായി മാറി. അതായിരുന്നു സാക്ഷാൽ ദൈവിക യാഗം. ആ യാഗത്തെക്കുറിച്ച് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വായിക്കണമെന്നില്ല, സമയം ലാഭിക്കാൻ വേണ്ടി വായിച്ചാട്ട് ബ്രദറെ. ഇനി ഞാൻ കുറച്ച് കളഞ്ഞെന്ന് വേണ്ട, ദൈവവചനത്തിൽ നിന്ന് പറയുന്ന കൂട്ടത്തിൽ ഓർമ്മയെന്ന് പറയുന്നതാ, എവിടെയും ഒരു പദം പോയി എന്ന് വേണ്ട. എബ്രായ ലേഖനം 10:14. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. വായിച്ചു. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. നിൽക്കട്ടെ, ഏകയാഗത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് വേണ്ടി സദാകാലത്തേക്കും നിലനിൽക്കുന്ന ഒരു ശുദ്ധീകരണം കർത്താവ് തന്നു. ഏകയാഗത്താൽ, ഇത് ആവർത്തിക്കപ്പെടുന്നതല്ല. എല്ലാ ഞായറാഴ്ചയും നമ്മൾ കർത്താവിൻ്റെ തിരുമേശ ആചരിക്കും, പക്ഷെ ബലി കൊണ്ടാടത്തില്ല. ഇത് ബലിയല്ല, അപ്പവും വീഞ്ഞുമുള്ള കർത്താവിൻ്റെ അത്താഴത്തിൻ്റെ ഭാഗമാണ്, തിരുമേശയുടെ ഭാഗമാണ്. ഏകയാഗം യേശു കാൽവറിയിൽ അർപ്പിച്ചു. ആടുകളുടെയും കാളകളുടെയും രക്തം വി.എ. തോമസ് സാറിൻ്റെ ഭാഷയിൽ ആറുപോലെ ഒഴുക്കി പഴയ നിയമത്തിൻ്റെ യാഗങ്ങൾ ആവർത്തിക്കപ്പെട്ടതുപോലെ പുതിയ നിയമത്തിൽ വരാതിരിക്കേണ്ടതിന് ഏകയാഗം എൻ്റെ യേശു കഴിച്ചു. ആർക്കാണ് ഇതുകൊണ്ട് പ്രയോജനമുള്ളത്? വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് മാത്രം. വീണ്ടും തൻ്റെ ജീവിതത്തിൻ്റെ അശുദ്ധിയിൽ ജീവിക്കുന്നെങ്കിൽ അവർക്കിത് ബാധകമല്ല. വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് മാത്രവുമല്ല, ഏകയാഗം സദാകാലത്തേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ്. അന്നു മുതൽ ഇന്ന് വരെ പല തലമുറകൾ മാറിയെങ്കിലും യാഗങ്ങൾ ആവർത്തിക്കാതെ വണ്ണം സദാകാലത്തേക്കും ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവരെ ശുദ്ധീകരിക്കുന്ന നിത്യയാഗം കാൽവരിയിൽ വിലകെട്ടി വെച്ച യേശു ഇന്ന് പകൽ വിടുതലുകളുടെ മുഴുവനും ആസ്തി, അതിൻ്റെ മൂല്യം കൊടുത്തിരിക്കുന്നത് കാൽവറിയിലാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 19:30 വായിക്കുന്നില്ല, നിവർത്തിയായി എന്ന് യേശു പറഞ്ഞു. ഞാൻ ആ പദത്തെക്കുറിച്ച് ഒന്ന് തൊട്ടു. ഇന്ന് രാവിലെ ഡോക്ടർ ഡെറിക് പ്രിൻസിൻ്റെ ദ ഡിവൈൻ എക്സ്ചേഞ്ച് ഓൺ ദ ക്രോസ് ഞാൻ ഒന്നുകൂടെ എടുത്ത് വായിക്കാനിടയായി. 10 പേജ് അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. 10 പേജ്. ആ 10 പേജിൽ സത്യമായിട്ടും വെട്ടിച്ചുരുക്കാൻ ഒന്നുമില്ല. 10 പേജും പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അത്രയും പെർഫെക്റ്റ് ആകുക.
അത്ര ചുരുക്കമായിട്ട് എഴുതിയിട്ടുള്ളൂ. എനിക്ക് എന്തോ ചെയ്യാനൊക്കും, ഒക്കത്തില്ല. അത് ഞാൻ ഇങ്ങനെ അങ്ങ് വിടുകയാണ്. കാൽവറിയിലാണ് സകലതിൻ്റെയും കൈമാറ്റം നടന്നത്. എൻ്റെ പാപം കാൽവറിയിൽ കൊണ്ട് അർപ്പിച്ചാൽ അവിടുന്ന് എനിക്ക് നീതി ഏറ്റെടുക്കാം. എൻ്റെ ശാപം കാൽവറിയിൽ കൊണ്ട് കൊടുത്താൽ അവിടുന്ന് എനിക്ക് അനുഗ്രഹം ഏറ്റെടുക്കാം. എൻ്റെ പാപം കാൽവറിയിൽ കൊണ്ട് ഏൽപ്പിച്ചാൽ ദൈവനീതി എനിക്ക് സ്വന്തമായി. എൻ്റെ മരണം കാൽവറിയിൽ കൊണ്ടേൽപ്പിച്ചാൽ അവിടുന്നാണ് ജീവൻ തിരിച്ചെടുക്കുന്നത്. ദൈവവും മനുഷ്യനും തമ്മിൽ ഇടപെടുന്ന രംഗമാണ് കാൽവറി. ദൈവവും മനുഷ്യനും തമ്മിൽ ഇടപെടുന്ന ഏക ഇടമാണ് കാൽവറി. ദൈവം മനുഷ്യനോട് ബന്ധപ്പെടുന്ന ഏക ഇടമാണ് കാൽവറി. കാൽവറിയിലൂടെ അല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിൻ്റെ കീഴിൽ, ഭൂമിക്ക് കീഴേ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടേണ്ടതിന് നൽകപ്പെട്ട വേറൊരു നാമമില്ല. ഈ നാമത്തിലല്ലാതെ വേറൊരു വിടുതലില്ല. ആകയാൽ ദൈവം തന്നോട് കൂടെ ഉണ്ടായിരുന്ന കോ-ക്രിയേറ്ററായ, സഹസൃഷ്ടാവായ തൻ്റെ പുത്രനെ നീചമരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് ലോകചരിത്രത്തെ തിരുത്തിയ കാൽവറിയാണ് ദ പ്ലേസ് ഓഫ് ഡിവൈൻ എക്സ്ചേഞ്ച്. നമ്മൾ അവിടോട്ടാവുന്ന അടുത്തു വരുന്നത്. ആ യേശുവിൻ്റെ കാൽവറിയിൽ നടന്ന ആ നിവൃത്തിയായി എന്ന് പറയുമ്പോൾ സംഭവിച്ച കാര്യങ്ങൾ മത്തായി 27 വായിക്കാം. ഒന്ന് വായിച്ചേച്ചു വരാം. ഒന്ന് വായിക്കാം ദയവായിട്ട്. മത്തായി 27:46 മുതൽ 54 വരെ ഒത്തിരി വാക്യമുണ്ട്, 8 വാക്യമുണ്ട്. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്തെ യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ വിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേൽ ആക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ഉടനെ അവരിൽ ഒരുത്തനോടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേൽ ആക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ നിൽക്ക, ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തോട്ട് അടിയോളം 2 ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. ശതാധിപനും അവനോട് കൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. മതി. പെർഫെക്റ്റായ, കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രസ്താവന നിവൃത്തിയായി. പെർഫെക്റ്റ്ലി പെർഫെക്റ്റഡ്, കംപ്ലീറ്റ്ലി കംപ്ലീറ്റഡ്, ഒരു അണു ബാക്കിയില്ലാതെ. കഴിഞ്ഞ 6000-ഓളം വർഷങ്ങളായി സ്വർഗം പ്ലാൻ ചെയ്ത് കോടിക്കണക്കിന് ദൂതന്മാർ ചേർന്നിരുന്ന് പിതാവായ ദൈവം തീരുമാനിച്ച മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, പ്രപഞ്ചത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള സകലതും കൂടെ കാൽവറിയിൽ നിർവഹിച്ച ശേഷം യേശു ഒടുവിലത്തെ വിളിച്ചു. നിവൃത്തിയായി. പെർഫെക്റ്റ്ലി പെർഫെക്റ്റഡ്, കംപ്ലീറ്റ്ലി കംപ്ലീറ്റഡ്. താൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ഭയങ്കരമായി. ഇഫ് യു റെൻഡർ ഇറ്റ് ടു ഇംഗ്ലീഷ്, ആ പദം മനസ്സിലാകുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഓരോ പ്രോഗ്രാംസൊക്കെ ഉണ്ടാക്കും. അതിന് ഒരുപാട് കറക്ഷൻസ് അവിടെ ഇവിടെയൊക്കെ വരും. നമുക്കാർക്കും നേരെയാക്കാൻ വയ്യാത്ത പോലുള്ള ഒരുപാട് കറക്ഷൻസ്. ഒരു വീഡിയോ എഡിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഓഡിയോ എഡിറ്റ് ചെയ്തു, ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് അവിടെ ഇവിടെയൊക്കെ കാണും. വേണ്ടാത്ത ശബ്ദങ്ങൾ ഇടയ്ക്കൊക്കെ വരും. ഇതെല്ലാം കൂടെ ചേർത്ത് ഏറ്റവും ഒടുവിൽ ആ കമ്പ്യൂട്ടർ എഞ്ചിനീയർ അത് റെൻഡർ ചെയ്യാൻ ഇടുക എന്ന് പറയും. ഇതെല്ലാം കൂടെ കമ്പ്യൂട്ടറിന് കൊടുത്ത് റെൻഡർ ചെയ്ത് കഴിയുമ്പോൾ കേടില്ലാത്ത, പാടില്ലാത്ത, അപശബ്ദമില്ലാത്ത, മുറിവില്ലാത്ത, തടവില്ലാത്ത ആ ഒരു മെസ്സേജ് പുറത്തു വരും. അദ്ദേഹം പറഞ്ഞു, യേശു കാൽവറിയിൽ ഉദ്ധരിച്ച പദം ഇംഗ്ലീഷിലൊന്ന് റെൻഡർ ചെയ്ത് പുറത്തെടുക്കാമെങ്കിൽ ആ വാക്കിൻ്റെ ഫൈനൽ മീനിങ് അദ്ദേഹം ഗ്രീക്കിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് വരിക. ആ വാക്കിൻ്റെ അർത്ഥം ഇതാണ്: പെർഫെക്റ്റ്ലി പെർഫെക്റ്റഡ്, കംപ്ലീറ്റ്ലി കംപ്ലീറ്റഡ്. ഇനി ഒരു കണികയെങ്കിലും തൊടാനില്ല. ഇന്ന് പകലതൊന്ന് വിശ്വസിക്കുന്ന യോഗ്യതല്ലേ ഇന്ന് നമ്മൾ പ്രാപിച്ചിരിക്കും. ഇനി ഒരു കണികയെങ്ങും ബാക്കിയില്ല. യേശുവിൻ്റെ കാൽവറിയിലെ ക്രിയകൾ, യേശു ശിക്ഷിക്കപ്പെട്ടതിനാൽ നമുക്ക് ക്ഷമ ലഭിച്ചു. യെശയ്യാ 53:10 നമ്മൾ കണ്ടായിരുന്നു. അവൻ്റെ പ്രാണൻ ഒരാകൃത്യയാഗമായി മാറി. എനിക്ക് വേണ്ടി കാൽവറിയിൽ നിലവിളിച്ചതോടെ
തൻ്റെ പ്രാണൻ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തതോടെ അവൻ്റെ പ്രാണൻ എനിക്ക് വേണ്ടി ഒരു അകൃത്യയാഗമായി. ആകയാൽ എനിക്ക് ക്ഷമ ലഭിച്ചു. ഇന്ന് പകൽ നമ്മുടെ പാപങ്ങളെ നാം യേശുവിനോട് ഏറ്റുപറയുമെങ്കിൽ നമ്മോട് ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിക്കും. ഇല്ലെങ്കിൽ അത് നടക്കത്തില്ല. 2, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമായി. യെശയ്യാ 53:3 മുതൽ 3-4 വാക്യങ്ങൾ വായിച്ചാൽ ഈ വാക്യം കാണാം. അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമായി. ഞാൻ കഴിഞ്ഞ മാസം തൊട്ടതായതുകൊണ്ട് ഈ മാസം വീണ്ടും എടുക്കാൻ ഒക്കത്തില്ല. തൻ്റെ കാലുകളിൽ അടിച്ച ആണി തൻ്റെ ശരീരത്തിൻ്റെ പ്രധാന ഇൻറ്റേർണൽ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ നരമ്പുകളെയും മുറിച്ചതിനാൽ തൻ്റെ ശരീരം മുഴുവനും വേദനപ്പെട്ടു. അവൻ രോഗം ശീലിച്ചവനായിരുന്നു. എന്തിന്? എനിക്ക് സൗഖ്യം തരാൻ. എനിക്ക് സൗഖ്യം തരാൻ. ഇന്ന് പകൽ രോഗികൾ, എനിക്ക് താല്പര്യമുണ്ടായിരുന്നു ഇങ്ങോട്ട് പരസ്യമായിട്ട് ചിലരെ വിളിച്ച് നിർത്തി കുറേ ഡിവൈൻ ഹീലിംഗ് നടത്തി. നമുക്കൊന്ന് നോക്കാം. നല്ല രാത്രിയിലൊക്കെ ദൈവാത്മാവിനോട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അറിയാമോ? കൈ നീണ്ടുവരുന്നത്, കാല് നീണ്ടുവരുന്നത്. സ്തോത്രം. ലിംസ് ഗ്രോയിങ്. കർത്താവ് ഏൽപ്പിച്ചതില്ല, നമ്മളെന്തിനാ മറച്ചു വെക്കുന്നത്? നല്ല രാത്രിയിലൊക്കെ ദൈവാത്മാവിനെ ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാലിൻ്റെ നരമ്പ് വലിയുന്നത്. ഇന്ന് സുഖമായിട്ട് പോവാ. അപകടത്തിൻ്റെ ഭീതി, മരണഭീതിയിൽ കിടക്കുന്ന ചിലത് ഇന്ന് ഭീതി കളഞ്ഞു പോവാ. ആരെയും ഫേസ് ചെയ്യാൻ വയ്യാതെ എന്തോ ഗ്ലൂമിനെസ്സുമായി നടക്കുന്ന ചിലത് ഇന്ന് ധൈര്യത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കാൻ പോകും. അയ്യോ ചെയ്യട്ടെ. അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമായി. യേശു പാപമായി സ്വയം മാറി. യേശു തൻ്റെ പിതാവിനെ പിതാവേ 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 എന്നായിരുന്നു എപ്പോഴും വിളിക്കുന്നത്. പക്ഷെ ക്രൂശിൽ വെച്ച് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ആ കൈവിട്ടതെന്ന വാക്യത്തിൽ നമുക്ക് പിന്നെ പോകാം. താൻ ദൈവമേ എന്ന് പിതാവിനെ വിളിച്ചു. കാര്യം, ഒരു പാപിയെ കാണുവാൻ പിതാവിന് താല്പര്യമില്ല. ഒരു പാപിക്ക് പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാൻ ഒക്കത്തില്ല, ദൈവമേ എന്നേ വിളിക്കാൻ ഒക്കത്തുള്ളൂ. പാപം അറിയാത്തവൻ പാപമായി മാറിയതോടെ, ലോകത്തിൻ്റെ പാപം തൻ്റെ മേൽ ചുമക്കപ്പെട്ടതോടെ താൻ തന്നെ തൻ്റെ പിതാവിനെ പിതാവേ എന്നല്ല ദൈവമേ എന്ന് വിളിക്കുന്ന രംഗം വരെ മാറി താൻ പാപിയായി. പക്ഷേ യേശു നമ്മെ നീതീകരിച്ചു. നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം വിധിക്കുന്നവൻ ആര്? പിശാചിനോട് പറയാം, പിശാചേ, ഞാനും യേശുവും കൂടെ ഒരുമിച്ചാടാ. നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം വിധിക്കുന്നവൻ ആര്? യേശു മരിച്ചതുകൊണ്ട് എനിക്ക് നിത്യജീവൻ ലഭിച്ചു. മരണത്തിനംശിയായിരുന്ന എന്നെ, പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് പറഞ്ഞ് ആകാശം മുഴുവനും ചുട്ടഴിയും. ഇതിനകത്ത് കോടാനുകോടി നക്ഷത്രമണ്ഡലങ്ങളുണ്ട്. ഏത് വചനത്താൽ ഇത് സൃഷ്ടിക്കപ്പെട്ടോ അതേ വചനത്താൽ ചുട്ടഴിയും. അന്ന് ഇതിനകത്ത് താമസിക്കുന്ന ഏഞ്ചൽസിന് എന്ത് സംഭവിക്കും? അവന്മാരും പോക്ക. അതിനു മുമ്പേ ഈ ദൂതന്മാരെ നമ്മൾ ന്യായം വിധിക്കും. അങ്ങനെയാണെങ്കിൽ ന്യായം വിധിച്ച് തെറ്റിപ്പോയ ദൂതന്മാരും ഇതോടുകൂടെ കരിയും. സ്റ്റീഫൻ ഹോക്കിങ്സ്, ശാസ്ത്രലോകത്തിൻ്റെ അങ്ങേയറ്റത്തെ കുടുംബിനി, ഈ വർഷം ജനുവരി മാസം 7-ാം തീയതി ഇറക്കിയ ഒരു റിലീസിൽ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്. ഹിഗ്ബോസം എന്ന ഗോഡ് പാർട്ടിക്കിളിനെ കുറിച്ച് അറിഞ്ഞതും പഠിച്ചതും കൊണ്ട് ശാസ്ത്രത്തിലുള്ള എൻ്റെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോകുന്നു. ഇത് മൊത്തം കൂടെ അതേ ഹിഗ്ബോസ് കാരണത്താൽ ഒരു ദിവസം കത്തിയഴിയും. ആകാശം കത്തിയഴിയും. അദ്ദേഹത്തിൻ്റെ അടുത്ത പദം, ഈ യൂണിവേഴ്സിൻ്റെ വെളിയിൽ, നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ, ഇത് മൊത്തം പോകും. ഈ പ്രപഞ്ചത്തിൻ്റെ വെളിയിൽ ഏതെങ്കിലും ഒരു പ്രപഞ്ചം ഉണ്ടെങ്കിൽ, അവിടെ ഏതെങ്കിലും ജീവികൾ ഉണ്ടെങ്കിൽ നമ്മളെ നോക്കിക്കൊണ്ട്, അല്ലെ ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് അവർ പറയും, പണ്ടൊരു കാലത്തുണ്ടായിരുന്ന പ്രപഞ്ചം കിടന്ന ഇടമാകുന്നു. ഇത് മനസ്സിലായതോടെ ശാസ്ത്രത്തെക്കുറിച്ചുള്ള എൻ്റെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വാചകമാണ്. നമുക്ക് പത്രോസിനോടൊന്ന് ചോദിക്കാം, പൗലോസിനോടൊന്ന് ചോദിക്കാം. പത്രോസ് പറഞ്ഞല്ലോ, വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പത്രോസും പൗലോസും രണ്ടുപേരും തൊട്ടിട്ടുണ്ട്. അവർ രണ്ടുപേരാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോസ്തലന്മാർ. ചെറിയ കാര്യങ്ങൾ അവർ രണ്ടുപേരും തൊടാറില്ല. പൗലോസ് തൊട്ടത് പത്രോസ് വിടും, പത്രോസ് തൊട്ടത് പൗലോസ് വിടും. രണ്ടുപേരും കൂടെ തൊടാറില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ രണ്ടുപേരും കൂടെ തൊടാറുള്ളൂ. പൗലോസ് പറയുന്നത്, എബ്രായ ലേഖനത്തിലോട്ടൊന്ന് പോകാം. കർത്താവേ, അങ്ങയുടെ വാക്കിനാൽ ഈ സകല പ്രപഞ്ചവും ഉണ്ടായി. അവയെല്ലാം പുക പോലെ പാറിപ്പോകും. ചുരുൾ പോലെ നീ അവയെ ചുരുട്ടിക്കളയും. നീയോ അനന്യൻ എന്നേക്കും ഉണ്ടായിരിക്കും. ഇത് മുഴുവനും കൂടെ അങ്ങ് ചുരുട്ടി മാറ്റും. ഇത് മുഴുവനും കൂടെ അങ്ങ് കത്തിത്തീരും. പക്ഷേ അതിനു മുമ്പേ തൻ്റെ സഭയെയും, അതിനൊക്കെ മുമ്പേ ദൂതന്മാരെ ന്യായം വിധിച്ച് കഴിഞ്ഞിരിക്കും.
ന്യായം വിധിക്കപ്പെട്ടതിൽ കൊള്ളാവുന്ന ദൂതന്മാരും താൻ ഉണ്ടാക്കുന്ന ഭാവി ലോകത്തിലേക്ക് മാറ്റപ്പെടും. ഈയോ എബ്രായ ലേഖനത്തിലെ ഒരു പദമാത്, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം ഇതങ്ങ് പോകും. പത്രോസ് പറഞ്ഞത് പുക പോലെ പറക്കും, ഇത് ചുരുൾ പോലെ ചുരുളും, ഇത് വസ്ത്രം പോലെ മാറിപ്പോകും. പക്ഷെ വരുന്നൊരു ഭാവി ലോകം, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ അബ്രഹാമിന്റെ മക്കളായ നമുക്കത്രേ തന്നിരിക്കുന്നത്. ആ ഭാവി ലോകത്തിന് പങ്കാളികളാകുവാൻ ശാസ്ത്രവും ബൈബിളും കൂടെ ഏറെക്കുറെ കൂട്ടിമുട്ടുന്ന പോയിന്റ്സാ ഞാൻ ഈ തൊട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പങ്കാളികളാകുവാൻ ദൈവം നമുക്ക് തന്ന പദവിക്കായി എൻ്റെ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. യേശു മരിച്ചതുകൊണ്ട് എനിക്ക് നിത്യജീവൻ ലഭിച്ചു. യേശു ദരിദ്രനായി എന്നെ സമ്പന്നനാക്കി. 2 കൊരിന്ത്യർ 8 വേണ്ട വായിക്കണ്ട. അവൻ നമ്മെ സമ്പന്നനാക്കേണ്ടതിന് താൻ ദാരിദ്ര്യം അനുഭവിച്ചു. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു വാക്കിൽ പറയാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഓരോന്ന് വായിക്കണ്ട എന്നൊക്കെ പറയുന്നത്. വേദപുസ്തക ഭാഷയിൽ ദാരിദ്ര്യത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് എന്തുവാ? ദാരിദ്ര്യത്തിൻ്റെ ആകത്തുക എന്തുവാ? വിശപ്പ്, ദാഹം, നഗ്നത, അശരണത്വം. ദാരിദ്ര്യത്തിൻ്റെ ആകത്തുക ഏറ്റവും ഗൗരവമേറിയ ഘടകം ബൈബിൾ പഠിപ്പിക്കുന്ന 4 ഘടകങ്ങൾ ഒരുമിച്ച. 1 ആഹാരമില്ലായ്മ, വിശപ്പ്. 2 വെള്ളമില്ലായ്മ, ദാഹം. 3 വസ്ത്രമില്ലായ്മ, നഗ്നത. 4 ശരണമില്ലായ്മ, അശരണത്വം. എൻ്റെ യേശു കാൽവറിയിൽ വിശപ്പോടെ കിടന്നു. വ്യാഴാഴ്ച വൈകുന്നേരം അങ്ങനെ ഇരിക്കട്ടെ, കർത്താവിൻ്റെ തിരുമേശയുടെ സമയത്ത് എല്ലാവരോടും കൂടെ ഒരല്പം ആഹാരം കഴിച്ച ശേഷം ഇനി മധ്യാകാശത്തിൽ പന്തിക്കിരിക്കുന്നത് വരെ മുന്തിരിവള്ളിയുടെ അനുഭവം ആസ്വദിക്കയില്ലെന്ന് പറഞ്ഞ് യേശു അവിടെ നിന്ന് ഇറങ്ങി. രാത്രികളിലും പകലുകളിലും ഒരുപോലെ വിസ്തരിക്കപ്പെട്ടു, അടിക്കപ്പെട്ടു. ആഹാരം തനിക്ക് ലഭിച്ചിട്ടില്ല. വിശപ്പോടുകൂടെ തന്നെ കാൽവറിയിൽ ക്രൂശിച്ചു. ദാരിദ്ര്യത്തിൻ്റെ 1 പടി വിശപ്പ്. 2 കാൽവറിയിൽ കിടന്നുകൊണ്ട് എൻ്റെ യേശു വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നു. ദാഹം. നഗ്നനായിരുന്നു താൻ. തൻ്റെ സ്വന്തം വസ്ത്രം മാറ്റി തനിക്ക് ക്രൂശീകരണത്തിൻ്റെ വസ്ത്രം കൊടുത്തു. ഞാൻ 1-2 പ്രാവശ്യം തൊട്ടതാ. ക്രൂശിക്കപ്പെടുന്ന ഏത് വ്യക്തിയും ക്രൂശിൽ കിടന്ന് ലൂസ് മോഷൻ ഉണ്ടാകും. യേശുവിനും ലൂസ് മോഷൻ ഉണ്ടായിട്ടുണ്ട്. തൻ്റെ വസ്ത്രങ്ങൾ സ്ഥാനം മാറിക്കിടന്നതിനാൽ താൻ നഗ്നനായിരുന്നുവെന്നും അതിൻ്റെ ആകെ തെളിവ് ബൈബിളിലുള്ളത് ആ കാരണത്താലാണ് യേശുവിൻ്റെ അമ്മയല്ലാതെ സ്ത്രീകളിൽ ആരും ക്രൂശിനോട് അടുത്ത് വരാഞ്ഞതും. ഒരുപാട് സ്ത്രീകൾ യേശുവിൻ്റെ പുറകെ ഉണ്ടായിരുന്നെങ്കിലും താൻ ക്രൂശിൽ ഉയർത്തപ്പെട്ടതോടുകൂടെ സ്ത്രീകൾ തൻ്റെ അടുക്കൽ നിന്ന് മാറി. യേശുവിൻ്റെ അമ്മ മറിയ മാത്രമേ ക്രൂശിനോട് അടുത്ത് വന്ന ആകെ ഒറ്റ സ്ത്രീയുള്ളൂ. നഗ്നനായി എലി എലി ലമ്മാ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിക്കുമ്പോൾ ഒരുവൻ ഒരു പുളിച്ച ഓടക്കുഴലിൽ ഒരു സ്പോങ്ങിൽ വീഞ്ഞു കൊണ്ടുവന്നെങ്കിലും അവരെൻ്റെ മറുപടി, നില്ലടാ, അവൻ അശരണനായി, ഏലി അവനെ വിടുവിപ്പാൻ വരുമോ എന്ന് കാണാം. വിളിച്ച കേൾക്കാൻ ആരുമില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ വിളിയുടെ മുമ്പിൽ തൻ്റെ പിതാവ് പോലും കൈമലർത്തിയ, മുഖം മറച്ച, എല്ലാവരാലും കൈവിടപ്പെട്ട സാഹചര്യം. അവൻ ദരിദ്രനായത് എന്നെ സമ്പന്നനാക്കാൻ. ചിലർ പറയാറുണ്ട് നമ്മെ ആത്മീയമായി മാത്രം സമ്പന്നരാക്കിയെന്ന്. അത് അബദ്ധം പറഞ്ഞതാണ് കേട്ടോ. ആത്മീയമായിട്ട് യേശുവിന് ഒരു ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല. യേശുവിൻ്റെ ദാരിദ്ര്യം മുഴുവനും ഭൗതികമായിരുന്നു. ഉടുക്കാൻ വസ്ത്രമില്ലാതെ, തലചായ്പാൻ ഇടമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിപ്പാൻ ആഹാരമില്ലാതെ സ്വന്തം തോളിന്മേൽ തലചായ്ച്ചത് അക്ഷരീക ഭൗതിക ദാരിദ്ര്യമായിരുന്നെങ്കിൽ ഇന്നിതിനകത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്ന നിങ്ങളെ സമ്പന്നരാക്കേണ്ടതിനാണ്. നമ്മെ സമ്പന്നരാക്കേണ്ടതിന് സമ്പന്നനായവൻ നമുക്ക് വേണ്ടി സ്വയം ദരിദ്രനായി മാറി. ഇനി അവൻ സമ്പന്നനാക്കുകയാണെങ്കിൽ എങ്ങനെ ആക്കുന്നെന്ന് അറിയാമോ? ഫിലിപ്പ് ലേഖനത്തിൽ ഒന്ന് നോക്കണം. തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളെ സമ്പന്നരാക്കേണ്ടതിന്. യേശു ഈ ഭൂമിയിൽ അത്ഭുതങ്ങൾ ചെയ്തപ്പോഴെല്ലാം പ്ലെൻറ്റി എന്നുള്ളത് തൻ്റെ ലാവിഷ്, പ്ലെൻറ്റി എന്നുള്ളത് തൻ്റെ തത്വമായിരുന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റി 5000 പേരും തിന്ന് ശേഷിപ്പിച്ചു. ഏറെക്കുറെ ആയി എന്ന് പറഞ്ഞു പോകാനല്ല. 4 അതിഥികൾ വീട്ടിലോട്ട് കയറി വന്ന ആകെ 4 അരിയേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാവർക്കും കൂടെ കൊടുക്കാമെന്നല്ല. 5000 കുടുംബങ്ങളുണ്ടെങ്കിൽ തിന്ന് ശേഷിപ്പിച്ചു. ഒടുവിൽ യേശു അവരോട് പറഞ്ഞു, കളയല്ല, ചുമ്മിക്കൊണ്ട് നടക്കുക, 12 കൊട്ട ചുമ്മിക്കൊണ്ടാ, ആരും പട്ടിണി വിടത്തില്ല
ഇറ്റ്സ് ഇൻ പ്ലെൻറ്റി. ഇറ്റ്സ് ഇൻ പ്ലെൻറ്റി. നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ, സാധാരണ ജീവൻ ഉണ്ടാകാനല്ല. ഇന്ന് പകൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ചിലരെ നിങ്ങളെ സമൃദ്ധിയിലേക്ക് നടത്തുവാൻ. പക്ഷെ മറക്കരുത്, നമ്മുടെ സമൃദ്ധി നമ്മുടെ ആവശ്യം കഴിഞ്ഞ് അടുത്തൊരാളിന് വേണ്ടി പങ്കിടാനുള്ളതായിരിക്കണം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പങ്കിടാനുള്ളതായിരിക്കണം. നമ്മെ സമൃദ്ധിയിലേക്ക് നടത്തുന്നത് നമ്മുടെ സ്വന്തം കാര്യത്തിനാകരുത്. ആ കാര്യം മറക്കരുത്. ഈ പൗലോസ് അപ്പോസ്തലന്റെ ചില പ്രാർത്ഥനകളും പലതും ഞാൻ ഇങ്ങനെ ഓർത്തു. ഞാനെങ്ങാണമായിരുന്നെങ്കിൽ ഒരു സ്ഥലത്ത് പോയി തല്ല് കിട്ടി തിരിച്ചു വന്നാൽ, തിരിച്ച് ലേഖനം എഴുതുമ്പോൾ അവർക്ക് നിങ്ങളുടെ അവിടെ വന്ന് തല്ല് കൊണ്ടപ്പോൾ എൻ്റെ ഒരു പല്ല് പറഞ്ഞു, ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ചോണേ, ഇറച്ചി കടിക്കാൻ വയ്യാന്ന് എഴുതിയാനേ. നിങ്ങളുടെ അവിടെ വന്ന് ഇടി കൊണ്ട് എൻ്റെ മുതുകിന് വേദന എടുക്കുന്നു, നേരെ കിടക്കാൻ പറ്റുന്നില്ല, ഒന്ന് പ്രാർത്ഥിച്ചോണ്ടെന്ന് എഴുതിയാനേ. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അവിടെ വന്നപ്പം വിശന്നതായിരുന്നു. നത്തിങ്. ക്രിസ്തുവിലെ സമ്പത്ത്, ക്രിസ്തുവിൻ്റെ ഐശ്വര്യം. നിങ്ങൾ ക്രിസ്തുവിൽ സഫലന്മാരാകണം. നിങ്ങളുടെ അവിടെ വന്നപ്പോൾ തല്ലുകൊണ്ടെങ്കിൽ അത് ഞാനും ദൈവവും കൂടെ തീർത്തോളാം. അതിൻ്റെ പ്രതിഫലം ഞാൻ ദൈവത്തിൻ്റെ പ്രാപിക്കുന്നത്, നിങ്ങളല്ല. എൻ്റെ കഷ്ടങ്ങളിൽ ഞാൻ നിങ്ങളെ കരയിപ്പിക്കുകയല്ല, നിങ്ങളെ സന്തോഷിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ക്രിസ്തുവിൽ സന്തോഷിക്കുക. താൻ നമ്മെ ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റിയാൽ സമ്പന്നതയിൽ കൊണ്ടുവന്നാൽ ഇറ്റ്സ് ഇൻ ലാവിഷ്നെസ്. നമുക്ക് ധാരാളം തരേണ്ടതിനാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുവിൽ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും എന്ന് ഫിലിപ്പിയർ 4:19 പറയുന്നു. ഒടുവിൽ ആറാമത് യേശു നിന്ദിതനായി നാം മാനിക്കപ്പെട്ടു. എബ്രായ ലേഖനം 12:2, എബ്രായ ലേഖനം 2:10 ദയവായിട്ടൊന്ന് വായിക്കാമോ? എബ്രായ ലേഖനം 12:2, എബ്രായ ലേഖനം 2:10. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ ധരിച്ചു. ഇനി ഞാൻ മുന്നോട്ട് പോയാൽ കർത്തൃമേശയ്ക്ക് ചുരുങ്ങിപ്പോകും. അത് വരാതിരിക്കുവാൻ ഇവിടം കൊണ്ട് ഞാൻ ഏറെക്കുറെ നിർത്തുക. അപമാനിതനായ രംഗങ്ങൾ നമ്മൾ കണ്ടു. താൻ അപമാനം അലക്ഷ്യമാക്കി. ഞാൻ ക്രൂശിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം തൊടാഞ്ഞ ഒരാശയം തൊടട്ടെ. അതിനു മുമ്പേ താൻ ശാപമായി നാം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് മാത്രം പറഞ്ഞ് നിർത്താം. യേശുവിൻ്റെ ക്രൂശിൻ്റെ ഇടവും വലവുമായി 2 കള്ളന്മാരുണ്ടായിരുന്നു. 2 പേരും പ്രാരംഭത്തെങ്കിൽ യേശുവിനെ ദൂഷിച്ചു. എല്ലാവരാലും നിന്ദിക്കപ്പെടുന്നു, എല്ലാവരാലും ദൂഷിക്കുന്നു, നാട്ടുകാർ മുഴുവൻ ദൂഷിക്കുന്നു. നീ ദൈവപുത്രനാണേലും ഇറങ്ങി വാടാന്ന് പറയുന്നു, ഞങ്ങളെ കൂടെ രക്ഷിക്കടാന്ന് പറയുന്നു, മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെത്താൻ രക്ഷിപ്പാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു, നിന്റെ ദൈവത്വം തെളിയിക്കണമെങ്കിൽ ഇറങ്ങി വാടാന്ന് പറഞ്ഞു. ഒരുപാട് വെല്ലുവിളികൾ നടക്കുന്നുണ്ട്. യേശു ഇതിൻ്റെ ഒന്നും മുമ്പിൽ ചെവി തുറക്കുന്നില്ല. തൻ്റെ പിതാവിനെ വിളിച്ച് കരയുന്നു, പിതാവേ പിതാവേ എന്നെ കൈവിട്ടതെന്ന്. പിതാവ് അനങ്ങുന്നില്ല. 2 കള്ളന്മാർ ഇടവും വലവും കിടന്നവർ യേശുവിനെ പ്രാഗി. അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു കള്ളൻ അവൻ്റെ ദോഷം മനസ്സിലാക്കി. അവർ യേശുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, യേശുവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണം. എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. അങ്ങ് രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണേ. എല്ലാവരാലും നിന്ദിക്കപ്പെട്ടവനായി, പിതാവിനാൽ തള്ളപ്പെട്ടവനായി കിടക്കുന്ന യേശു പെട്ടെന്ന് ആരോഗ്യവാനായി. യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. പിതാവിനെ തള്ളിക്കളഞ്ഞ ഈ സാഹചര്യത്തിൽ ഞാൻ എന്നെ ചെയ്യാനാണ്? നോ, എനിക്കറിയാം ഞാൻ എവിടെയാണ്. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ഡെറിക് പ്രിൻസിൻ്റെ ഒരു ആശയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവരാൻ പോവാം. ഞാനത് വേറെ ആശയത്തിൽ ഓൾറെഡി പുട്ടപ്പ് ചെയ്തിട്ടുണ്ട്. പാതാളത്തെക്കുറിച്ച്, അല്ലെങ്കിൽ യാതനാ സ്ഥലത്തെയും അബ്രഹാമിൻ്റെ മടിയെയും ഒക്കെ ഉൾക്കൊള്ളുന്ന പാതാളത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്ന കൺസെപ്റ്റ്. പാതാളത്തിന് 3 തട്ടുകളുണ്ട്. ഇവിടുത്തെ പുൽപ്പിറ്റിനുണ്ട് ഏറെക്കുറെ 3 തട്ട്. ഒന്ന് അതിൻ്റെ മുകളിലത്തെ തട്ട്. ഇതിനെ അബ്രഹാമിൻ്റെ മടി എന്ന് വിളിക്കും. പഴയ നിയമ ഭക്തന്മാർ പോയി വിശ്രമിച്ചിരുന്ന സ്ഥലം ഇതാ. 2 പാപം ചെയ്ത പഴയ ദൂതന്മാരെ പൂട്ടിയിട്ടിരിക്കുന്ന നടുക്കത്തെ തട്ട്. 3 അധമ പാതാളം, പാപികളെ കൊണ്ടിടുന്ന, അല്ലെങ്കിൽ യാതനക്ക് അനുഭവിക്കേണ്ടവരെ കൊണ്ടിടുന്ന യാതനാ സ്ഥലം. യേശുവിൻ്റെ ക്രൂശിൽ ഒരു സൈഡിൽ കിടന്നവനോട് യേശു പറഞ്ഞു, നീ എൻ്റെ കൂടെ മേളത്തെ തട്ടിലിരിക്കും. മറ്റേ സൈഡിൽ കിടന്നവൻ താഴത്തെ തട്ടിലേക്ക് മാറി. ഈ പകൽ നമ്മളിവിടെ ഒരുമിച്ചിരുന്നാൽ ചിലർ മുകളിലത്തെ തട്ടിലേക്കും വേറെ ചിലർ താഴത്തെ തട്ടിലേക്കും മാറും. കിട്ടുന്നുണ്ടല്ലേ ഈ ആശയം? അല്ലേ? ഈ നടുക്ക് കിടക്കുന്നവൻ്റെ ആശയം സകലതിനെയും താഴെ വിടണമെന്ന, യേശുവിൻ്റെ ആഗ്രഹം സകലതിനെയും മേളി വിടണമെന്ന. നമ്മുടെ റിയാക്ഷൻ അനുസരിച്ചാണ് ഇന്ന് ചേഞ്ച് നടക്കേണ്ടത്. ഇത് മണവാട്ടി സഭയിൽ പോകുന്ന കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞേ, സ്വർഗത്തിൽ പോകുന്ന മിനിമത്തിൻ്റെ കാര്യമാണ്. ക്രൂശിൽ ഒരു വശത്ത് കിടക്കുന്നയാൾ മുകളിലത്തെ തട്ടിലേക്കും മറുവശത്ത് കിടക്കുന്നയാൾ
താഴത്തെ തട്ടിലേക്ക് മാറിയതുപോലെ നമുക്ക് വരരില്ല. യേശു പറഞ്ഞു, രണ്ടുപേരും ഒരുമിച്ച് ഒരു കിടക്കയിലായിരിക്കും, ഒരാളിനെ എടുക്കും, ഒരാളിനെ തള്ളും. രണ്ടുപേരും ഒരുമിച്ച് തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാളെ എടുക്കും, മറ്റവളെ ഉപേക്ഷിക്കും. രണ്ടുപേരും ഒരുമിച്ച് വയലിൽ കാളെ പൂട്ടിക്കൊണ്ടിരിക്കും, ഒരാൾ പോകും, മറ്റേയാൾ അവിടെ കാണും. നാം പോകുന്ന കൂട്ടത്തിലാകുവാൻ നമ്മെ തന്നെ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. വി എ തോമസിൻ്റെ ആശയത്തിലേക്ക് പോകട്ടെ. ക്രൂശിൻ്റെ രണ്ട് സൈഡിലും കിടന്ന കള്ളന്മാർ രണ്ടുപേരും പ്രാരംഭത്തെങ്കിൽ യേശുവിനെ പഴിച്ചു, ദൂഷിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഒരുത്തൻ റിയലൈസ് ചെയ്ത് അവൻ പറഞ്ഞു, അവരെന്നോട് പറഞ്ഞു, നാം ചെയ്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്നു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് ഒന്ന് തിരിഞ്ഞു. ഞാനിങ്ങനെ ഒന്ന് നോക്കട്ടെ, യേശു എൻ്റെ ഇടത്തുവശത്താന്നിരിക്കട്ടെ. യേശുവിൻ്റെ അടുക്കിലേക്ക് തലയൊന്ന് തിരിച്ചു, വേറെ ഒന്നും തിരിക്കാൻ ഒക്കത്തില്ല, തലയൊന്ന് തിരിച്ചു പറഞ്ഞു, യേശുവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണേ. പാസ്റ്റർ വി എ തോമസിൻ്റെ ആശയം. ക്രൂശിൻ്റെ ഒരു വശത്ത് കിടക്കുന്ന കള്ളൻ പറഞ്ഞു കാണാം, അല്ലെങ്കിൽ അവന് ചിന്തിക്കാം, ഇനിയിപ്പോൾ എന്നെ ചെയ്യാൻ, എൻ്റെ സമയം കഴിഞ്ഞു, അഥവാ ഇനിയും ദൈവത്തെ സേവിച്ച് ജീവിക്കണമെന്ന് വിചാരിച്ച് എനിക്ക് ആയുസില്ല, ഇന്നിപ്പോൾ തീരുക, അവന്മാരിപ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ടൊടിക്കും, ഞാനിപ്പോൾ ചാകും, എനിക്കിനി ജീവിക്കാൻ അവസരമില്ല, നന്നാകാൻ ഒക്കത്തില്ല, എൻ്റെ ആയുസ് കഴിഞ്ഞു. എടാ ഒന്ന് പ്രാർത്ഥിക്കടാ, അത് കൈ രണ്ടും തറച്ചു വെച്ചിരിക്കുക, കൈ കൂപ്പാൻ ഒക്കത്തില്ല. യേശുവിൻ്റെ അടുക്കലോട്ടൊന്ന് തിരിഞ്ഞു നിൽക്കാൻ പോലും എനിക്കൊക്കത്തില്ല, മുട്ടൊന്ന് മടക്കി ഒന്ന് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല, എനിക്കൊന്നിനും കഴിവില്ല, എൻ്റെ സകലവും തീർന്നു. മറ്റേ കള്ളം പറയുകയാണ്, എൻ്റെ കൈ രണ്ടും തറച്ചെങ്കിലും, എൻ്റെ ശരീരം മുഴുവനും തറച്ചു വെച്ചിരിക്കുകയാണെങ്കിലും, വേറൊന്നും ചലിക്കത്തില്ലെങ്കിലും, എൻ്റെ തല തറച്ചിട്ടില്ല, തിരിയാം. എനിക്ക് ചലനശേഷി ഇല്ല, എൻ്റെ കൈയും കാലും തറച്ചിരിക്കുകയാണെങ്കിലും, എൻ്റെ നാവ് തറച്ചിട്ടില്ല, എനിക്ക് സംസാരിക്കാം. എൻ്റെ സകല കഴിവുകളും അസ്തമിച്ചെങ്കിലും എൻ്റെ കാഴ്ചയും ബുദ്ധിയും തീർന്നിട്ടില്ല. ആ ഉള്ള ബുദ്ധി കൊണ്ട് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ നാവ് ചലിപ്പിച്ച് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ, എന്നെ കൊണ്ട് ഒക്കുന്നത് അങ്ങ് ചെയ്യാം. ഇന്ന് പകൽ തുല്യ അവസരം ലഭിച്ച രണ്ടുപേർ, ഒരുവൻ അവൻ്റെ അവസരം നഷ്ടമാക്കുമ്പോൾ അപരൻ അവസരം ഉപയോഗിച്ചു. നമുക്ക് നമ്മുടെ അവസരം ഒന്ന് ഉപയോഗിക്കാം.